എല്ലാവർക്കും നമസ്കാരം. ശുഭാപ്തി വിശ്വാസത്തോടും ശുഭചിന്തകളോടും കൂടിയുള്ള ഒരു നല്ലൊരു ദിവസം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നമുക്ക് വീണ്ടും തുടങ്ങാം. അല്ലേ, ഈ ഒരാഴ്ച 2-3 ദിവസം നമുക്ക് ഗ്യാപ്പ് വന്നു യാത്രയിലായതുകൊണ്ട്. ഇന്നലെയൊക്കെ വണ്ടിയിലിരിക്കുമ്പോൾ ക്ലാസ് എടുക്കണം എന്ന് ആഗ്രഹിച്ചതാണ്. പക്ഷേങ്കിൽ ഈ റേഞ്ച് ഇങ്ങോട്ടും മാറിക്കൊണ്ടുകൊണ്ട് യാത്രയിൽ സാധിച്ചില്ല എന്നുള്ളതാണ്. അങ്ങനെ വയനാട് ചുരമൊക്കെ കയറി ഇറങ്ങി തിരിച്ച് ഇന്നലെ രാത്രിയാകുമ്പോൾ എത്തി. ലൈറ്റിന്റെ ചെറിയൊരു വിഷയം കാണും ഇന്നത്തെ, കാരണം ചിലരുടെ സെറ്റപ്പ് ആയിട്ടില്ല. അന്ന് വീട്ടിൽ വന്നപ്പോൾ ലൈറ്റ് മുമ്പേ ഉള്ള ലൈറ്റ് ഇവിടെ ഉണ്ട്, പക്ഷെ ഇതെന്തോന്നറിയില്ല, ക്യാമറയിൽ അത്ര സെറ്റ് ആയില്ല. അതിന് കുഴപ്പമില്ലല്ലോ അല്ലേ? ആർക്കും സംസാരിക്കാനുള്ളവരും സംസാരിച്ചോളൂ. ഒന്ന് പെട്ടെന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് ഒരാളൊരു നന്നായിട്ട്. സാജീവേ, എന്തെങ്കിലും സംസാരിക്കണം മാത്രം അൺമ്യൂട്ട് ചെയ്ത്, വെറുതെ അൺമ്യൂട്ട് ചെയ്തേ. നിങ്ങൾക്ക് റിസൾട്ട് കൊണ്ടുവന്നിട്ട് സംസാരിച്ചു കേട്ടോ. വീഡിയോ, മറ്റേ വീഡിയോ അല്ലേ? വീഡിയോ അടിപൊളിയായിരുന്നു. ഇല്ല, യു എയിൽ വന്നിട്ടില്ല. വെൽക്കം ബാക്ക് ടു യു. ഇല്ല, യു എ വന്നിട്ടില്ല. നാട്ടിലുള്ളത് കേട്ടോ, നാട്ടിലുള്ളത്. ഇതിന് കുറച്ച് ദിവസം നാട്ടിലുണ്ടാവും. ഇവിടെ നാട്ടിലെ വീട്ടിലാണല്ലോ. അപ്പൊ ഇവിടെ ലൈറ്റുകളൊന്നും അത്ര സെറ്റപ്പ് ആക്കിയിട്ടില്ലല്ലോ, അതുകൊണ്ടാണ്. സ്റ്റുഡിയോ ഒക്കെ ആക്കേണ്ടി വരും ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഇവിടെ. ഓക്കെ, ധന്യ. മുടിയൊക്കെ നന്നായിട്ട് കെട്ടി ഒതുക്കിയല്ലോ അല്ലെ? കുറെ നേരമായി മുടിയൊക്കെ ചീകി ഒതുക്കുന്ന ധന്യ അവിടെ നിന്ന്. വേറെ ആർക്കെങ്കിലും സംസാരിക്കാനുണ്ട്, പറഞ്ഞോളൂ. ലീലമ്മ ഷാബ്ജി, രാകേഷ് എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു കേട്ടോ. അവൻ പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങള്, നാട്ടിലെ വരികയാണെന്ന്. ഞാൻ മെസ്സേജ് അയച്ചു. സാറേ, യൂട്യൂബില് ഞാൻ ഒരു 29 രൂപ നമ്മളുടെ മെമ്പർഷിപ്പിന്റെ അയച്ചിട്ടുണ്ട്. അത് യൂട്യൂബിലുള്ള പൈസയല്ലേ? യൂട്യൂബില് കൊടുത്ത് യൂട്യൂബിന് വിളിച്ചു പറഞ്ഞാൽ മതി. അവർ കേട്ടത്. അതെങ്ങനെ വിളിച്ചു പറയാതെ? എനിക്കറിയില്ല. യൂട്യൂബിൽ ഞാനൊന്നുമില്ല. ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നല്ലാതെ യൂട്യൂബിൽ എനിക്കൊന്നും വരില്ല. യൂട്യൂബിലൊക്കെ നിങ്ങൾ കൊടുത്താൽ യൂട്യൂബിനെ കിട്ടുള്ളൂ, എനിക്ക് കിട്ടില്ല. എനിക്ക് തരാനുണ്ടെങ്കിൽ 751007. എന്റെ പേരൊന്നും കാണിക്കൂല യൂട്യൂബിൽ. അത് സജീവ് എന്തെങ്കിലുമൊക്കെ പറയാൻ വേണ്ടി പറയാം, എന്തെങ്കിലും സംസാരിക്കാൻ വേണ്ടി സജീവ് ഉണ്ടാക്കുന്നതാ. അതാ പറഞ്ഞേ. സജീവ് എന്തെങ്കിലും കേൾക്കാൻ വേണ്ടി ചോദിക്കാൻ ഒരു ഭയങ്കര ഇഷ്ടമാണ് സാർ. ഞാൻ പുതിയ ആളാണ്. വെൽക്കം ബിന്ദു. ഇടക്ക് സാറിന്റെ ക്ലാസ് ഇടക്ക് കേൾക്കല്ല, എല്ലാ ദിവസവും കേട്ടോളൂ കേട്ടോ. ബിന്ദു പറഞ്ഞു എന്റെ ക്ലാസ് ഇടക്ക് കേൾക്കാറുണ്ട്. ഇടക്കല്ല, എല്ലാ ദിവസവും കേൾക്കുക. രാവിലെയും വൈകിട്ട് ഉച്ചക്ക് 3 നേരമാണ് കേട്ടോ. സാധാരണ ഡോക്ടർമാർ ഗുളിക എഴുതുന്ന നേരം 3 നേരം. രാവിലെ 1, ഉച്ചക്ക് 2, വൈകിട്ട് 3. അങ്ങനെയാണ് നമ്മുടെ ക്ലാസ്സുകളെല്ലാം കേൾക്കേണ്ടത്. അപ്പോഴാണ് മാറ്റം ഉണ്ടാകുന്നത്. പക്ഷെ 6 നേരം കേട്ടിട്ട് സജീവിന് മാറ്റം ഉണ്ടാകുമെങ്കിൽ സജീവ് 12 നേരം കേൾക്കേണ്ടി വരുന്നതാണ് വ്യത്യാസം. ഓക്കെ, ശരി. മറ്റാർക്കും സംസാരിക്കാറുണ്ടോ? നിങ്ങൾ സംസാരിക്കാറുണ്ടോ എന്ന് ചോദിക്കുന്നത്. കല്ലൊക്കെ മേടിച്ചു വെച്ചു, ആൾക്കാർ റിസൾട്ട് ഉണ്ടാക്കാൻ തുടങ്ങി. നിങ്ങളുടെ റിസൾട്ട് എവിടെ? മറ്റുള്ളവർ കല്ലും മേടിച്ച് പോയാൽ മതിയോ? ഇല്ലല്ലോ അല്ലേ? അപ്പൊ കല്ലും മേടിച്ച് പോയാൽ മാത്രം കാര്യമില്ല. ചെറുതായാലും റിസൾട്ടുകൾ പറയുക. ചെറുതൊക്കെ എല്ലാവർക്കും ഉണ്ടെന്ന് എനിക്കറിയാം. ആൾക്കാർ ഇപ്പൊ ലക്ഷങ്ങളുടെ റിസൾട്ട് വന്നാൽ മാത്രമേ പറയുള്ളൂ എന്നൊക്കെ കരുതിയിരിക്കണം. അത് വേണ്ട. നിങ്ങൾക്ക് 100ന്റെ 1000ന്റെ ഒക്കെ പറഞ്ഞോളൂ. താങ്ക് യു സനീഷ്. അപ്പോൾ 1000-ന് 10,000-ന്റെ ഒക്കെ ആയാലും പറയാം കേട്ടോ. ഒന്നും പറയുന്നതിന് മടി കാണിക്കരുത്. രണ്ടാമത് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, 12-ാം തീയതി രാത്രി നമുക്ക് പൗർണമിയാണ്, ചൈത്ര പൗർണമിയാണ് ഈ മാസത്തെ. അപ്പൊ നമ്മുടെ പൗർണമി മെഡിറ്റേഷൻ നമ്മൾ 12-ാം തീയതിയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും ജീവിതത്തിൽ നേടാൻ ആഗ്രഹമുള്ളവർ, എന്തെങ്കിലും ലക്ഷ്യത്തോടെ ചെയ്യാൻ എനർജി വേണം, പ്രപഞ്ച എനർജി, യൂണിവേഴ്സൽ എനർജി നമ്മളിലേക്ക് കൂടുതൽ ഫലപ്രദമായി ലഭിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് നാളെ 12-ാം തീയതി, നാളെ അല്ല മറ്റന്നാളല്ലേ, മറ്റന്നാൾ രാത്രി പൗർണമി മെഡിറ്റേഷൻ ചെയ്യാം. ഞാൻ നല്ല തിരക്കിലാണ്. മറ്റത് 13-ാം തീയതിയാണ് നമ്മുടെ പുസ്തക പ്രകാശനം, ഒഫീഷ്യൽ ആയിട്ടുള്ള പുസ്തക പ്രകാശനം ഇവിടെ കാസർഗോഡ് ടൗൺ ഹാളിൽ വെച്ച് നടക്കുന്നത്, കോൺഫറൻസ് ഹാളിൽ വെച്ച് നടക്കുന്നത്. അപ്പൊ ഇപ്പൊ ഞാൻ വിളിക്കുമ്പോൾ MLA ആയിരുന്നു വിളിച്ചത്, കൺഫേം ആക്കാനായിട്ട്. MLA വരുന്നുണ്ട്, അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, അതുപോലെ സാഹിത്യകാരന്മാർ, അങ്ങനെ എല്ലാവരും സമൂഹത്തിലെ വിവിധ നാനാ തുറയിലുമുള്ള ആൾക്കാർ പങ്കെടുക്കുന്ന ഒരു വേദിയായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരും ഉണ്ടാവുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങളെല്ലാം സാധിക്കുന്നവർ വരിക. ഇവിടെ അടുത്ത് ചുറ്റുവട്ടത്തുള്ളവർ വരിക. അത്രയും ലോങ്ങുള്ളവരൊന്നും വരണം എന്നില്ല. ജസ്റ്റ് ഒരു 1-1.5 മണിക്കൂർ, 1.5 മണിക്കൂറിനത്തെ പരിപാടിയായിരിക്കും. ചുറ്റുവട്ടത്തുള്ളവരും, കാസർഗോഡ്, കണ്ണൂർ, ഈ ഭാഗത്തുള്ളവർക്കൊക്കെ വരാം. എല്ലാവരും ഇവിടെ സ്വാഗതം ചെയ്യുകയാണ്. പുസ്തകങ്ങളൊക്കെ നിങ്ങൾക്ക് നമ്മൾ ഓൾറെഡി ഇനോഗ്രേഷൻ പുസ്തകം അവിടെ
നിങ്ങൾ കണ്ടു, വാങ്ങിച്ചു, ഒക്കെ ചെയ്തു. അപ്പോൾ ഇത് 4 പുസ്തകങ്ങൾ ഒന്നിച്ചാണ്, ഒരേ വേദിയിലാണ് പ്രകാശനം ചെയ്യുന്നത്. അപ്പൊ എന്നെ സംബന്ധിച്ച് 6ാമത്തെ പുസ്തകവും ഇവിടുത്തെ 4 പുസ്തകങ്ങൾ ഒന്നിച്ചുള്ള അതുമാണ്. അപ്പോൾ ബാക്കിയുള്ള നാട്ടുകാരെല്ലാവരും, നാട്ടില് ഉള്ളവരൊക്കെ ഉണ്ടെങ്കിൽ, ഇത് കേൾക്കുന്നവർ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഉണ്ടെങ്കിൽ, ഇതൊരു ക്ഷണമായി സ്വീകരിച്ചുകൊണ്ട്, മൈക്ക് സൗണ്ട് കുറച്ച് കുറവായിരിക്കും, കാരണം വെച്ചാൽ ഞാൻ ഓഡിയോ സിസ്റ്റംസ് കൊണ്ടുവന്നിട്ടില്ല, ജസ്റ്റ് ലാപ്ടോപ്പിൽ നിന്നുള്ള സംസാരം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതൊരു ക്ഷണമായി സ്വീകരിച്ചുകൊണ്ട് എല്ലാവരും വരണം. മോട്ടിവേഷൻ ഇഷ്ടപ്പെടുന്നവരോ ഇഷ്ടപ്പെടാത്തവരോ, പിന്നെ ഞാൻ പറഞ്ഞ പോലെ രാഷ്ട്രീയമോ മതമോ അങ്ങനെ എന്താണോ നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് അതെല്ലാം ഇവിടെ ഉള്ള ഒരു സാധനമാണ്. അതുകൊണ്ട് ഇതെല്ലാം ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞ പുസ്തകത്തിലുള്ളത് മാത്രമേ, ലോ ഓഫ് അട്രാക്ഷൻ ഉള്ളത് മാത്രമേ എല്ലാവരും പറയുന്നുള്ളൂ. അതിന് വ്യത്യസ്തമായ രീതിയിൽ മാത്രം പറയുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഇച്ഛിക്കുന്നതെല്ലാം അതിനകത്തുണ്ട് എന്നുള്ളതാണ് ഏറ്റവും സിമ്പിളായിട്ട് പറയാനുള്ളത്. അപ്പോൾ എല്ലാവരും വരുന്നവർ വരിക. ഒരുപാട് ആൾക്കാർ ക്ലാസ്സിൽ നിന്നും ഇപ്പോൾ നമ്മൾ പങ്കെടുക്കുന്നുണ്ട്. എല്ലാവരും നന്ദി. പിന്നെ തൃശ്ശൂർ പ്രോഗ്രാമിന്റെ ഓൾറെഡി ഞാൻ പറഞ്ഞിരുന്നു, എല്ലാവർക്കും താങ്ക് യു വെരി മച്ച് പറഞ്ഞിരുന്നു. അതിന്റെ ക്ലാസ്സുകൾ, സൂം ക്ലാസ്സുകൾ 2 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും തുടങ്ങുന്നുണ്ടായിരിക്കും. കല്ല് ടെക്നിക്കുകളും മറ്റെല്ലാം. റിസൾട്ട് ഇന്ന് കണ്ടല്ലോ, ഒരാൾ റിസൾട്ട് പറഞ്ഞതൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലേ? നിങ്ങളെല്ലാം യൂട്യൂബിലൊക്കെ ഇന്ന് അയച്ചതൊക്കെ വന്നിട്ടുണ്ടാവും റിസൾട്ട്. അതുപോലത്തെ നിങ്ങളെല്ലാവരും റിസൾട്ടുകൾ കൊണ്ടുവരിക. നമുക്ക് റിസൾട്ട് ഉണ്ടാകുമ്പോൾ മാത്രമേ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ എന്തെങ്കിലും രീതിയിൽ ഗുരുദക്ഷിണ നിങ്ങൾക്ക് നൽകണം. ഞാൻ ഇവിടുന്ന് ലഭിക്കുന്ന വിവരത്തിന് അല്ലെങ്കിൽ ഇൻഫർമേഷന് ഗുരുദക്ഷിണ ലഭിക്കണം എന്നുണ്ടെങ്കിൽ, നൽകണം എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഒരു റിസൾട്ടായിട്ട് നേടിയിട്ട് അതങ്ങ് പറഞ്ഞാൽ മാത്രമാണ് ഏറ്റവും സന്തോഷം. അതാണ് ഏറ്റവും വലിയ ദക്ഷിണ എന്ന് മനസ്സിലാക്കുക. എനിക്ക് എന്തെങ്കിലും ലഭിച്ചു എന്ന് കേൾക്കുമ്പോഴാണ് ഞാനും അതിൽ സംതൃപ്തനാവുന്നത്. ഓക്കെ, താങ്ക് യു. അപ്പോൾ എന്തെങ്കിലും സംസാരിക്കില്ലെങ്കിൽ നമുക്ക് ഇന്ന് ക്ലാസ്സിലേക്ക് കിടക്കാം. നല്ല യാത്രയിലായതുകൊണ്ടുള്ള ചെറിയ ശാരീരികമായുള്ള ചെറിയ വിഷയമുണ്ട്. കാരണം ഈ ഫുഡൊക്കെ പുറത്തുനിന്ന് പല സ്ഥലത്തും മാറി മാറി കഴിക്കുന്നത് കൊണ്ടുള്ള ചെറിയ ചെറിയ വയറിലെ അസ്വസ്ഥതകളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ മാനേജ് ചെയ്തുകൊണ്ട് പോകണം. ബിന്ദുവിനെ ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്തോളൂ. ലോ ഓഫ് അട്രാക്ഷനിലും നേടിയെടുക്കാവുന്നതേ ഉള്ളൂ. ലോ ഓഫ് അട്രാക്ഷനിലൂടെയാണ് നമുക്ക് ഏത് രീതിയിലും അഭിവൃദ്ധി ചെയ്യാൻ സാധിക്കുക. അവനവന്റെ ജീവിതത്തിലെ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ലോ ഓഫ് അട്രാക്ഷൻ ആണ് ഏറ്റവും കൂടുതൽ. നമ്മൾ പഠിപ്പിക്കുന്ന ടെക്നിക്കുകളെല്ലാം അതുപോലത്തെയാണ്. ഇന്ന് പറയാൻ പോകുന്നതും അതുമായി ബന്ധപ്പെട്ട ഒരു സംഭവം തന്നെയാണ്. ഇതൊരു ടെക്നിക്കല്ല ഇന്നത്തെ. ഇന്ന് ഞാൻ പറയുന്നത് ഒരു ദിവസം ചെയ്യേണ്ട ഒരു ടെക്നിക്കല്ല, നിത്യവും ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യേണ്ട ചില കാര്യങ്ങൾ മാത്രമാണ് ഇന്ന് പറഞ്ഞു പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എഴുതി വെക്കാം. ഞാൻ കൂടുതൽ ഇന്ന് സംസാരിക്കുന്നില്ല, പെട്ടെന്ന് ക്ലാസ് അവസാനിപ്പിക്കും. നമുക്ക് നാളത്തെ ദിവസം അത് പറഞ്ഞപ്പോഴാണ് നമുക്ക് ഓർമ്മത് കീ ചെയിനോടെ നിങ്ങൾ ഇതൊക്കെ കണ്ടായിരുന്നല്ലോ അല്ലേ? എനിക്ക് കിട്ടിയ ചില ഗിഫ്റ്റുകളാണ്. ബ്ലോക്കുകളായിട്ട് തന്നെ ഞാൻ അവതരിച്ചിരിക്കുന്നു. എൻ്റെ സ്റ്റുഡന്റ് എനിക്ക് തന്ന ഒരു ഗിഫ്റ്റാണ്. അങ്ങനെ കുറേ എണ്ണം ഉണ്ട്. 1-2 എടുത്ത് ആ കീ ചെയിനുകളുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ നെറ്റിപ്പട്ടം ഇപ്പോഴാണ് ഞാൻ തുറന്നു നോക്കിയത്. മറ്റേ തൃശ്ശൂർ പ്രോഗ്രാമിൽ നിന്ന് എനിക്കൊരു നെറ്റിപ്പട്ടം കിട്ടിയിരുന്നു. അതിന് നോക്കിയപ്പോൾ അതിന്റെ സെന്ററിൽ ഞാൻ തന്നെ ഇരിപ്പുണ്ട്. അതൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഇത് കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് കിട്ടിയ നെറ്റിപ്പട്ടാണ്. ഞാൻ ഇന്നാണ് അത് എടുത്തിട്ട് ശരിക്കും നോക്കി. കഴിഞ്ഞ പ്രാവശ്യം സമയം ഉണ്ടായില്ല. ഇപ്പൊ എടുത്ത് ഹാങ് ചെയ്യാൻ നോക്കിയപ്പോഴാണ് അതിന്റെ സെന്ററിൽ എന്റെ ഫോട്ടോ തന്നെ ഉള്ളത് കണ്ടത്. ഭയങ്കര സന്തോഷമായി. പിന്നെ എനിക്ക് സ്ഥിരമായിട്ട് കളിക്കാനായിട്ട്, ഡെയിലി രാവിലെയും വൈകിട്ട് കളിക്കാനായിട്ട് ഒരാൾ എന്നെ അറിഞ്ഞിട്ട് തന്ന ഒരു സാധനമുണ്ട്. രാവിലെ ഇതിനകത്ത് കൈയിട്ട് കുറച്ച് എണ്ണ എടുക്കണം. എണ്ണ ഇല്ലാത്തതുകൊണ്ട് ഞാനത് ചോക്ലേറ്റ് വെച്ചു. അപ്പൊ ചോക്ലേറ്റ് കഴിക്കണം ഓരോ ദിവസം രാവിലെ. താങ്ക് യു, തന്നവർക്ക് വളരെ നന്ദി. അതുപോലെ തന്നെ ഇത് ഞാൻ തന്നെ ഇട്ടു. ഇവിടെ തുറന്നു നോക്കണം. നമ്മൾ 2 എണ്ണം ഉണ്ട്. ഹാപ്പിനെസ് മാസ്റ്റർ. നിങ്ങൾക്ക് ഇങ്ങോട്ട് തിരിച്ചാൽ ഹാപ്പിനെസ് മാസ്റ്റർ, ഇങ്ങോട്ട് തിരിച്ചാൽ ദിനേശ് മുഹമ്മദ്. ഇത് നൽകിയ ആ മഹത് വ്യക്തിക്ക് നന്ദി. പേര് ഞാൻ പരാമർശിക്കുന്നില്ലല്ലോ, പേര് പരാമർശിക്കേണ്ട ശരിയല്ലാത്തതുകൊണ്ട് പേര് പരാമർശിക്കുന്നില്ല. പിന്നെ ഇത് ഞാൻ തന്നെയാണ്, ഇത് ഞാൻ തന്നെയാണ്.
ഇതൊക്കെ ശരിക്കും ലോ ഓഫ് അട്രാക്ഷൻ സാധനങ്ങളാണ് കേട്ടോ. എപ്പോഴും നിങ്ങൾക്ക് എല്ലാവർക്കും ഇതുപോലെ ഉണ്ടാക്കി എടുക്കാം കേട്ടോ. സ്വന്തമായിട്ട് ഉണ്ടാക്കിയിടാം. കുറേ എണ്ണം ഉണ്ട് കേട്ടോ. ഇതെല്ലാം മുഴുവൻ കാണിക്കാതെ ഈ വീഡിയോ മതിയാവില്ല. ഞാൻ കൊറിയറിൽ അവിടുന്ന് ഫുൾ കൊറിയറിലാണ് ഇങ്ങോട്ട് അയച്ചത്. അത്രയും സാധനം ഇന്നാണ് കൊറിയർ കിട്ടിയത്. ഇത്രയും താങ്ക് യു. അല്ലല്ല, ആർക്കും സംസാരിക്കാം, അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ദൃശ്യം വന്നു എടുക്കുന്നില്ല. എന്താ പറയാ, ഇതൊക്കെ ലൈറ്റ് രാത്രി ഇത് ഓഫ് വെളിച്ചമില്ലായിരുന്നു. എന്ത് രസമാണെന്നറിയാം കാണാൻ. നന്ദി നന്ദി നന്ദി. അതുപോലെ തന്നെ എന്നും രാവിലെ എഴുന്നേറ്റിട്ട് എനിക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സാധനം തന്നിട്ടുണ്ട്. ഇത് നിങ്ങളൊക്കെ വീട്ടിൽ, ഞാൻ ഇതിനു മുമ്പ് ഒരു ദിവസം ക്ലാസ്സിൽ പറഞ്ഞാണല്ലോ കേട്ടോ, നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സാധനം. അതെ, എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യാൻ. ഇതിൽ നോക്കിയാൽ ആരെ കാണാം? നിങ്ങളുടെ ദൈവത്തെ കാണാം. അല്ല, എന്റെ ദൈവത്തെ, പറഞ്ഞു, നമ്മുടെ ദൈവത്തെ കാണാം. ഇവിടെ വെച്ചാൽ നമ്മുടെ ദൈവത്തെ കാണാം. അപ്പൊ അതിനെ നോക്കി സന്തോഷപൂർവ്വം നമ്മുടെ അവനവന്റെ ഉള്ളിലാണല്ലോ അല്ലെ ദൈവമുള്ളത്. ദൈവത്തെ എപ്പോഴും ആരാധിക്കുക, അനുസരിക്കുക, പ്രാർത്ഥിക്കുക. അവനവൻ എപ്പോഴാണ് ഉയരുന്നത് അപ്പോഴാണ് part of the previous issue program. Okay, 1 minute. Just miss it. 1 second. The main things will be discussed according to that. 1 second. Here, her name is Sarojini. Yeah. She said you are waiting for the further discussion. Okay, fine. I didn't understand your name. Anyway, let's meet after 15th. After Vishu, we will be back for appointments, and also after 15th only. Till 15th, I'm busy. After that, we'll meet. Okay, fine. Abo Vinod. Okay, Vinod. Thank you, Vinod. നമുക്ക് 15-ാം തീയതി ശേഷം കഴിഞ്ഞിട്ട് കാണാം. അപ്പോയിന്റ്മെന്റ് പറഞ്ഞോളൂ. ചില തിരക്കാണ്. അതിലും 15-16 ശേഷം 16 ചിലപ്പോൾ ഞാൻ തിരിച്ചു പോകും. അത് കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് ഫ്രീ ആയിട്ട് സമയമുണ്ട്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും താങ്ക് യു. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. അല്ല, റെഡി അല്ലേ? ജസ്റ്റ് നോക്കൂ. ഇന്നത്തെ ക്ലാസ് റെഡി ആയവരെല്ലാം കൈയൊക്കെ മാറ്റി ജയപ്രിയ. ഇത്രയും വെയിറ്റ് ഒന്നും അഭാഗത്തില്ല. വെയിറ്റ് ഒക്കെ ഇരിക്കുന്ന താഴെയാണ്, പുസ്തകത്തിലാണ്. ഇല്ലേ? റെഡി ആയവർ പറയൂ, മറക്കണ്ട. ടാബ്ലറ്റ്സ് കഴിക്കാത്ത ക്ഷീണങ്ങളൊക്കെ ആൾക്കാർക്ക് ഉണ്ടാവും. പെട്ടെന്ന് ആയിക്കോട്ടെ. ടാബ്ലറ്റ്സ് ഫാസ്റ്റ് കഴിച്ചോട്ടെ. യെസ്. എൻ്റെ നെറ്റിന്റെ സ്പീഡ് കുറവാണോ? അല്ല, ടൈപ്പിങ്ങിന്റെ സ്പീഡ് കുറവാണ്. മറന്നുപോയ ടൈപ്പ് ചെയ്യാൻ. എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും ഉച്ചക്കും പറയുകയും എഴുതുകയും വേണ്ട സാധനത്തിന്റെ പേരെന്താണ്? ഐ എം ഹാപ്പി ആൻഡ് റെഡി. ഓൾവേസ് യു ആർ ഹാപ്പി ആൻഡ് റെഡി. ഓൾവേസ് ഹാപ്പി ആൻഡ് റെഡി. ഇനി നെക്സ്റ്റ് ഞാനിങ്ങനെ എവിടെയെങ്കിലൊക്കെ ആകുമ്പോഴൊക്കെ നിങ്ങൾ ക്ലാസ് എടുക്കാനായിട്ട് എൻ്റെ കുട്ടികൾ വരും കേട്ടോ. ഞാൻ കോച്ചാക്കിയിൽ കോച്ചിങ് ചെയ്യിപ്പിച്ച് പ്രാക്ടീസ് ചെയ്ത കുട്ടികൾ നെക്സ്റ്റ് മന്ത് മുതൽ ഞാൻ ലീവ് ആകുമ്പോൾ ഇവിടെ ക്ലാസ് എടുക്കാൻ വരും. അപ്പൊ അവരും ഇതേപോലെ കാര്യങ്ങൾ പഠിപ്പിക്കും. പുതിയ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കും. ഒരു ദിവസവും ഇനി ബ്രേക്ക് ഉണ്ടാവില്ല. എല്ലാ ദിവസവും നമ്മൾ ക്ലാസ്സുകൾ പോയിക്കൊണ്ടേയിരിക്കും കേട്ടോ. അപ്പൊ ആരും ഒന്നും ഇതാവേണ്ട ആവശ്യമില്ല. പിന്നെ മറ്റൊരു കാര്യം ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കാം. എൻ്റെ കർത്തവ്യം ഇവിടെ നിങ്ങളെ പഠിപ്പിക്കുക എന്നുള്ളതാണ്. പലതും പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. പ്രാക്ടീസ് ചെയ്ത് റിസൾട്ട് എടുക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഇവിടെ കുറച്ച് ദിവസം നിന്നിട്ട് ഇതേ കിടക്കണം, അപ്പുറത്ത് നിന്നുകൊണ്ട് അങ്ങോട്ട് ചാടി, അവിടുന്ന് കുറച്ച് ദിവസം ഇങ്ങോട്ട് ചാടി, വീണ്ടും അങ്ങോട്ട് ചാടി, ഇങ്ങോട്ട് ചാടി കഴിഞ്ഞാൽ നമ്മൾ ഈ ഞാൻ ഈ നമ്മുടെ 900 കണ്ടി വയനാട് പോയപ്പോഴേ അവിടെ ഹൈ റേഞ്ചിലേക്ക് ഒരു മറ്റേ ഗ്ലാസ് ഇതുണ്ട്, ബ്രിഡ്ജ് ഉണ്ട്. അപ്പൊ അവിടത്തേക്ക് പോകാനുള്ള റോഡ് ഭയങ്കര രസമാണ്. ഭയങ്കര അഡ്വഞ്ചർ റോഡാണ് അവിടേക്കുള്ള. ജീപ്പ് മാത്രമേ പോകുള്ളൂ. പക്ഷേ പോകുമ്പോൾ ഭയങ്കര രസമുള്ള കാര്യം കണ്ടു ഞാൻ. അതായത് കുറേ നേരം ഫുൾ കല്ലും കരിങ്കല്ലും ഒക്കെയാണ്. ജീപ്പ് ഇങ്ങനെ മാന്തിയൊക്കെ പോകുള്ളൂ. നന്നായിട്ട് പോകാൻ പറ്റില്ല. അപ്പൊ ആദ്യമൊക്കെ തുടക്കത്തിൽ അതുപോലെ നല്ല റോഡിൽ നിന്ന് പെട്ടെന്ന് പോയപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഡാമേജ് ആയ റോഡില്ല, മണ്ണും കല്ലും മാത്രമേ ഉള്ളൂ. അവിടെ നിന്ന് ഇങ്ങനെ കുറേ നേരം പോയി കുറച്ച് മുമ്പോട്ട് പോയപ്പോൾ നല്ല കോൺക്രീറ്റ് ഇട്ട റോഡ്. ഒരു 100-150 മീറ്റർ നല്ല കോൺക്രീറ്റ്, നല്ല വിശാലമായ കോൺക്രീറ്റ്. അപ്പോൾ നമ്മൾ ചോദിച്ചാ രക്ഷപ്പെട്ടു, നല്ല അടിപൊളി റോഡ്. ഇതിനാണോ ഇവർ ഹൈ റേഞ്ച് അല്ലെങ്കിൽ അഡ്വഞ്ചർ ട്രിപ്പ് എന്നൊക്കെ പറഞ്ഞത്? കാരണം ഒരു 15 മിനിറ്റ്, ഒരു 10 മിനിറ്റ് നേരം ഭയങ്കര മോശപ്പെട്ട റോഡിലേക്ക് പോയി കഴിഞ്ഞിട്ട് അപ്പൊ ഞങ്ങൾ ഇങ്ങനെ കുലുങ്ങിക്കൊണ്ടും പിടിച്ചോണ്ടും ആകെ നടുവേദനിക്കുന്നു, കൈവേദനിക്കുന്നു, കാല് വേദനിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് എന്ത് റോഡാണെന്നൊക്കെ പറഞ്ഞ്
എന്നാലും അസ്വസ്ഥായി. കാരണം മുമ്പേ അറിയാമല്ലോ ഇതിങ്ങനെയാണ് സംഭവിക്കുന്നത്, അറിയുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. മുമ്പോട്ട് പോയി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ റോഡ് നല്ലതാകുമ്പോൾ ഞങ്ങൾ ആസ്വദിച്ചു. ഞങ്ങൾ പറഞ്ഞു ഇതെന്തത്, ഇതിനാണോ ഇത്രയും പൈസ മേടിക്കുന്നത്, നല്ല കോൺക്രീറ്റ് ചെയ്ത റോഡാണല്ലോ, നമുക്ക് സെറ്റായി എന്നും പറഞ്ഞ് ഞങ്ങൾ ആസ്വദിച്ച് സ്മിച്ചും കൊണ്ട് മുമ്പിലോട്ട് പോയപ്പോൾ അതേ കിടക്കുന്ന വീണ്ടും വലിയ കുഴിയും വലിയ കല്ലുകളും വലിയ മാന്തി മറിച്ച് പോകുന്ന കാണുമ്പോൾ ഞാൻ പറഞ്ഞു ഇവരോട് രാധികരും നമ്മുടെ അമ്മമാരോട് പറയുന്നു, എന്താ കണ്ടോ ഇതാണ്. അപ്പോൾ മുമ്പിലോട്ട് പോയി വീണ്ടും കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും അതേപോലെ നല്ല റോഡല്ല, കുറച്ച് മുമ്പോട്ട് പോയപ്പോൾ 2 ടയർ പോകാനുള്ള നല്ല കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നു, ബാക്കി ഭാഗത്തൊന്നും ടയർ പോകാൻ വേണ്ടി മാത്രം കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നു. അപ്പൊ ഞങ്ങൾ വീണ്ടും പറയാം ഇത് ഇത്രയേ ഉള്ളൂ, ഇനിയിപ്പോ ഇങ്ങനെ പൊക്കോളുന്നല്ലേ, കുഴപ്പമില്ല, മുമ്പിലോട്ട് ഇത്രയും. അതിങ്ങനെ കയറുന്ന ഭയങ്കര കുന്ന. അപ്പോൾ ഞങ്ങളുടെ അഡ്മിൻ പ്രസീത പറയാണ് ഇതാണ് ഹാപ്പിനെസ് മാസ്റ്ററി. നിങ്ങൾക്ക് മനസ്സിലായോ? ആദ്യം നിങ്ങൾ വന്നു കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് തോന്നും, കുന്നും കുഴിയും മലയൊക്കെ കടന്നിട്ടാണ് നിങ്ങൾ വരിക. അതിൽ കടന്ന് മുമ്പിലോട്ട് പോകുമ്പോൾ ഇടയ്ക്ക് ഒരു സംഭവത്തിൽ എല്ലാം സൂപ്പറായല്ലോ, അടിപൊളിയായല്ലോ എന്ന് കരുതും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുന്നറിയോ? ദിനേശ് സാറിന്റെ അടുത്ത് എല്ലാം പഠിച്ചു കഴിഞ്ഞു, ഇവിടെ എല്ലാം കഴിഞ്ഞു, എന്നാ പിന്നെ അടുത്ത സൈഡിലേക്ക് പോകാൻ, എന്നിട്ട് പതുക്കെ അങ്ങോട്ട് വലിഞ്ഞു പോകും. ഇവിടെ എല്ലാം പഠിച്ചു കഴിഞ്ഞാൽ ഇത്രയല്ലേ ഉള്ളൂ, സംഭവം കഴിഞ്ഞു. അവിടെ മുമ്പോട്ട് കുറച്ച് പോയി കഴിയുമ്പോൾ ദൈവം കിടക്കണം. ഇന്നലെ ഒരാൾ എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു, ഇനിയാണ് തൃശ്ശൂർ പ്രോഗ്രാമിൽ വരുന്ന സമയത്ത് ഉള്ള അനുഭവത്തെ പറ്റിയിട്ട്. എൻ്റെ നല്ലൊരു സ്റ്റുഡൻ്റ് ആയിരുന്നു, ബെസ്റ്റ് സ്റ്റുഡൻ്റ് ആയിരുന്നു. നല്ല മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരുന്നതാണ്. എല്ലാം പഠിച്ചു കഴിഞ്ഞു, സാറിൻ്റെ അടുത്ത് എല്ലാം പഠിച്ചു കഴിഞ്ഞു. ഇനി നിർത്തിക്കളയാന്ന് പറഞ്ഞിട്ട് വീട്ടിലെ മറ്റു കാര്യങ്ങൾ ഫോക്കസ് ചെയ്തു. ക്ലാസ്സിലൊന്നും വലിയ കാര്യമായി പങ്കെടുക്കാറില്ല, നിർത്തി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് എല്ലാം കയ്യിൽ നിന്ന് പതുക്കെ പോയി കഴിഞ്ഞു, എല്ലാം കയ്യിൽ നിന്ന് വിട്ടു എന്ന് മനസ്സിലാക്കുമ്പോൾ എന്നാ പിന്നെ ഒന്ന് തൃശ്ശൂർ പോയേ പറ്റുള്ളൂ, തിരിച്ചു പിടിച്ചേ പറ്റുള്ളൂ, ബോധം വരികയും തൃശ്ശൂർ വരികയും വന്നപ്പോൾ തന്നെ അവിടെ ഇരുന്ന ഇരുത്തത്തിൽ അവിടെ സൈഡിൽ ഒതുങ്ങിയിരിക്കുമ്പോൾ ഞാൻ വിളിച്ചു ചോദിച്ചു, എന്താ സുഖല്ലേ, എന്ത് പറ്റി ഇത്ര മൂഡ് ഓഫ് എന്ന് പറയുമ്പോൾ ആൾക്ക് സംഭവം പിടികിട്ടി. നിങ്ങൾ ഓരോ ആളോടും പറയാനുള്ള ഇത്രയേ ഉള്ളൂ, നിങ്ങൾ ഒത്തിരി ആൾ ക്ലാസ്സിൽ പങ്കെടുക്കുന്നവരുടെ ഓരോ ആളിനെയും ഞാൻ കൃത്യമായി വാച്ച് ചെയ്ത് വെക്കുന്നുണ്ട്. ഇവരെങ്ങോട്ടാണ് പോകുന്നത്, ഇവരെന്താണ് ഇവരുടെ അവസ്ഥ എന്ന് കൃത്യമായി മനസ്സിലാക്കി വെക്കുന്നുണ്ട്. നിങ്ങൾ പോകുമ്പോൾ നമുക്കറിയാം എവിടെ പോകുന്നോ, എവിടെ എത്തിയെന്നോ, എന്തൊക്കെ നിങ്ങൾ ഈ ഇപ്പോൾ യൂട്യൂബ് കാണുന്ന ഒരു ക്ലാസ് ഇല്ലാത്തവരോടും പറയാം, എന്തൊക്കെ പുറത്ത് പറയുന്നു ഒക്കെ ഇൻഫർമേഷൻസ് കൃത്യമായി നമ്മളിൽ വരുന്നുണ്ട്. കറങ്ങിത്തിരിഞ്ഞ് വരും എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. ഇതെല്ലാം കറങ്ങിത്തിരിഞ്ഞ് എൻ്റെ കയ്യിൽ തന്നെ വരും. സാറ് രാഷ്ട്രീയക്കാരനാണ്, സാറ് എന്താണ് മതമാണ്, മോദിയെ ഇഷ്ടമാണ്, ഇതൊക്കെ കറങ്ങിത്തിരിച്ച് എൻ്റെ കയ്യിൽ വരും. ഇവിടെ അത്രയേ ഉള്ളൂ പഠിക്കാനായിട്ട്. ആ വോയിസ് ഒക്കെ എൻ്റെ കറങ്ങി തിരിച്ചു വരും, അത് പറഞ്ഞോളൂ, കുഴപ്പമൊന്നുമില്ല. എനിക്കറിയാമല്ലോ ഞാൻ എന്താണ്, അതുകൊണ്ട് ആരുടെ സർട്ടിഫിക്കറ്റ് നമ്മൾ എടുക്കുന്നില്ല. നമുക്ക് പറയാനുള്ളത് ഇങ്ങനെ പറഞ്ഞ് പഠിപ്പിച്ച് പോയിക്കൊണ്ടേയിരിക്കും. ഞാൻ പറഞ്ഞാണ്, വീണ്ടും ആവർത്തിക്കുന്നില്ല, സീരിയസ് ആയിട്ട് പറഞ്ഞാണ്. നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ജീവിതത്തിൽ എപ്പോഴും കയറ്റ ഇറക്കങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതിനെ ബാലൻസ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ് ജീവിതം. ജീവിതം അത്രയേ ഉള്ളൂ, എല്ലാം കൈവിട്ട് പോകുന്നില്ല. തിരിച്ചു പിടിക്കാൻ നമുക്ക് കഴിവ് വേണം, നമുക്ക് തിരിച്ചു പിടിക്കാനുള്ള ബോധം വേണം. ഏത് മതസംഹിതകൾ എടുത്താലും, ഏത് മോട്ടിവേഷൻ എടുത്താലും അതിലെല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഒരു പ്രയാസം എപ്പോഴാണോ ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ ജീവിതത്തിൽ എപ്പോഴാണോ ഒരു തടസ്സം ഉണ്ടെന്ന് മനസ്സിലാക്കുന്നത്, ഉടനെ യു ഹാവ് ടു ടേക്ക് ആൻ ആക്ഷൻ. അവിടെ കിടന്ന് നിൽക്കരുത്, അവിടെ നിന്ന് ഉടനെ പിടിച്ചോളണം. ഇതുപോലെ നമ്മൾ പഠിപ്പിച്ചു തരുന്ന ടെക്നിക്കുകളൊക്കെ അപ്പോൾ ഉപയോഗിക്കാനുള്ളതാണ്. അത് ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കഴിവ്. പഠിച്ചു വെച്ചോളൂ. നിങ്ങൾ ആവശ്യം വരുമ്പോൾ എടുത്ത് ഉപയോഗിക്കണം. ആവനാഴിയിലെ അമ്പുകൾ ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കാനുള്ളതാണ്. അന്ന് വെച്ചത് ആവശ്യമില്ലല്ലോ എന്ന് കരുതി അമ്പുകൾ ഒഴിച്ച ആവനാഴി ഒന്നിനും കൊള്ളില്ല എന്നറിയുക. ആവനാഴി എപ്പോഴും ഫില്ല് ചെയ്ത് വെക്കുക, അത് ആവശ്യം വരുമ്പോൾ ഉപയോഗിക്കാൻ അറിയുക എന്നതാണ് ഒരു യോദ്ധാവിന്റെ യഥാർത്ഥ കഴിവ് എന്നറിയുക. അത് മാത്രമാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഉപദേശിച്ചു കൊടുത്തതും അത്രയേ ഉള്ളൂ. കാരണം നീ നിന്നെ തന്നെ ഉദ്ധരിക്കുക. സ്വയം ഉദ്ധരിച്ചത് കൊണ്ട് മറ്റുള്ളവരെ ഏത് കാര്യത്തെയും ആരെയും ഉപദ്രവിക്കാതെ കണ്ട് സ്വയം ധർമ്മം ചെയ്തുകൊണ്ടേ പോകുക എന്നുള്ളത്. ഇത് മറക്കാതിരിക്കുക. മറ്റുള്ളവരെ കാര്യങ്ങൾ നോക്കി അവരെ കുറ്റപ്പെടുത്തി നടക്കുന്നത് ഇനിയെങ്കിലും നിർത്താൻ തുടങ്ങുക. നമ്മുടെ കാര്യത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. എന്നിട്ട് എത്രയും സമൂഹത്തിന് നന്മ ചെയ്യാൻ സാധിക്കുമോ അതാവട്ടെ ജീവിത ലക്ഷ്യം. അല്ലാതെ അവരെന്തേ ഇങ്ങനെ, ഇവരെന്തേ അങ്ങനെ, അവർക്ക് എന്തേ അങ്ങനെ ആയിക്കൂടാ, ഇതൊന്നും നമ്മുടെ ധർമ്മമോ കർമ്മമോ അല്ല. കാരണം
അവരെ ഉദ്ധരിക്കാൻ അവർക്ക് പറ്റും, അല്ലെങ്കിൽ അവർ സ്വയം അത് ചെയ്യുക തന്നെ ചെയ്യും. പരാതി പറയാനും മറ്റുള്ളവരെ കുറ്റപ്പെടുത്താനും ഏത് പൊട്ടനും പറ്റും. അപ്പോൾ സ്വയം ആലോചിക്കുക, നിങ്ങളത് ചെയ്യുന്നുണ്ടെങ്കിൽ, നമ്മളത് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ പൊട്ടനാണോ ബുദ്ധിമാനാണോ എന്ന് സ്വയം ഒന്ന് ആലോചിച്ചാൽ മാത്രം. നിങ്ങളെന്ന് ഉദ്ദേശിച്ചു കൊണ്ടിരിക്കുന്ന ആൾക്കാരല്ല കേട്ടോ, എല്ലാവരെയും കോമൺ ആയിട്ട് പറഞ്ഞത്, ഞാൻ അടക്കമുള്ള ആൾക്കാർ. ആരെങ്കിലും മറ്റുള്ളവരെ അവൻ ശരിയല്ല ശരിയല്ല, ഞാൻ ആരെയും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാറില്ല. അതുകൊണ്ട് നിങ്ങൾ ആരെന്ത് പറഞ്ഞാലും ഐ ഡോണ്ട് ഹാവ് എനിത്തിങ് ടു ഡു ദാറ്റ്. എനിക്ക് ഒരു വിഷയവുമില്ല. കാരണം യെസ്, താങ്ക് യു വെരി. അപ്പോൾ ഇന്നത്തെ കാര്യത്തിലേക്ക് കടക്കാൻ നമുക്ക്. വിചാരിച്ച കാര്യങ്ങൾ സമയത്ത് നടക്കാൻ ഒറ്റ കാര്യം ചെയ്താൽ മതി. നിങ്ങൾക്ക് വിചാരിച്ച കാര്യങ്ങളെല്ലാം നടക്കണം. എത്ര പേർക്ക് വിചാരിച്ച കാര്യങ്ങളെല്ലാം നടക്കണമെന്ന് ആഗ്രഹമുണ്ട്? ഒന്ന് ടൈപ്പ് ചെയ്ത്. जो सोचेगा वो हो जाएगा. യെസ്, പോരട്ടെ പോരട്ടെ, ടൈപ്പ് ചെയ്തിട്ട് പോരട്ടെ, കമന്റ് പോരട്ടെ പോരട്ടെ. യൂട്യൂബ് വീഡിയോ കാണുന്നവരെല്ലാവരും പേരൊന്ന് ടൈപ്പ് ചെയ്തോളൂ. നമ്മൾ എപ്പോഴും നമ്മളിവിടെ പറയുന്നൊരു കാര്യമുണ്ട്, മനസ്സൊരു വിസ്മയം, അല്ലെ? നിങ്ങൾക്ക് എല്ലാവരും വായിക്കണം, മനസ്സിലാക്കേണ്ട പുസ്തകമാണ്, ഞാൻ പറഞ്ഞിരുന്നു. അതുപോലെ ജേർണി ടു ഹാപ്പിനെസ് അതിന്റെ കോഴ്സാണ്. മാനസികമായ വിഷയങ്ങളുടെ, ശാരീരികമായ വിഷയങ്ങളുടെ, സാമ്പത്തികമായ വിഷയങ്ങളുടെ, ദൈവിക ആത്മീയമായ വിഷയങ്ങളുടെ, അല്ലെങ്കിൽ വിനോദമായ കാര്യങ്ങളുടെ വിഷയങ്ങളെയൊക്കെ നമ്മൾ കൃത്യമായി അനലൈസ് ചെയ്യാനുള്ള ഒരു കോഴ്സാണ് ജേർണി ടു ഹാപ്പിനെസ് എന്ന് പറയുന്നത്. അപ്പൊ അതിൽ എങ്ങനെ നമ്മൾ നമ്മളെ മാറ്റപ്പെടുത്തുമെന്നും ഒരു കഥാരൂപയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ ഓരോന്നും ഓരോ എക്സ്പെരിമെന്റ് ആയി ചെയ്യാനുള്ളതാണ്. ഒരൊറ്റ കാര്യമാണ് മനസ്സിലാക്കേണ്ടത്. ഞാനിപ്പോ നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമെന്ന് ഇരിക്കുന്നു. ഇപ്പൊ നമ്മുടെ ഇത്രയും മിനിഞ്ഞാന്ന് തൃശ്ശൂർ നടന്നത് മണി മാജിക് എന്ന് പറയുന്ന ഒരു ക്ലാസ് ആണ്. അതുപോലെ തന്നെ നമ്മൾ അധികം സംസാരിക്കുന്നത് പണത്തെ പറ്റിയിട്ടും അതേ സമ്പത്തിനെ പറ്റിയിട്ടും ബന്ധങ്ങളെ പറ്റിയിട്ടും ഒക്കെയാണ്. പക്ഷെ ഞാൻ 5 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് നിങ്ങൾ എപ്പോഴും പറഞ്ഞ് മനസ്സിലാക്കാറുള്ളത്. ഒന്ന് സമ്പത്ത്. ഒന്ന് ടൈപ്പ് ചെയ്ത് നമ്മൾ 5 pillars ഓഫ് ലൈഫിന് ഒന്ന് ടൈപ്പ് ചെയ്ത് നിങ്ങൾ എല്ലാവരും. ആരും മറന്നു പോയിട്ടുണ്ടാവില്ല. 5 pillars ഓഫ് ലൈഫ്. എത്ര പേർക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റും നോക്കട്ടെ. Five pillars of life. സമ്പത്ത്, ആരോഗ്യം, ബന്ധങ്ങൾ, പിന്നെ എന്റർടൈൻമെന്റ്, യെസ്, സ്പിരിച്വാലിറ്റി. ഈ 5 കാര്യങ്ങളാണ് നമുക്ക് ജീവിതത്തെ ബാലൻസ് ചെയ്യാൻ ഉണ്ടായിരിക്കുന്നത്. ഇതില്ലാതെ ജീവിതം ബാലൻസ് ആവശ്യമേ ഇല്ല, സാധ്യമേ അല്ല. 5 കാര്യങ്ങൾ നമുക്ക് ബാലൻസ്. സമ്പത്തില്ലാതെ ജീവിതം സാധ്യമേ അല്ല. ആരോഗ്യമില്ലെങ്കിൽ ഒരു കാര്യവുമില്ല. ബന്ധങ്ങളില്ലെങ്കിൽ പിന്നെ മനുഷ്യനായി ജീവിക്കുന്നതിന്റെ ഒരു അർത്ഥവുമില്ല. വിനോദമില്ലെങ്കിലോ ഇത് 4 ഉണ്ടായിട്ടും യാതൊരു കാര്യമില്ല. ഇനി ഇത് 4 അല്ല, സമ്പത്ത്, ആരോഗ്യം, ബന്ധങ്ങൾ 3 വിനോദമില്ലെങ്കിൽ ഒരു കാര്യമില്ല. ഇനി ഇത് 4 അവനവനെ അറിയില്ല, എനിക്ക് എൻ്റെ ഇഷ്ടത്തെ അറിയില്ല, എനിക്ക് എന്നെ സ്നേഹിക്കാൻ അറിയില്ല, ഞാൻ എന്നെ അറിയുന്നില്ലെങ്കിൽ, ആത്മാവിനെ അറിയില്ലെങ്കിൽ ഒന്നും സാധ്യമല്ല എന്ന് പറയുന്ന സ്പിരിച്വാലിറ്റി, ആത്മീയത നമുക്കുണ്ടായിരുന്നു. അപ്പൊ ഇന്ന് ഞാൻ ഇത് വളരെ ശ്രദ്ധയോടെ നിങ്ങൾ കേൾക്കേണ്ടതാണ്. ഇപ്പൊ നിങ്ങൾ കേട്ട് കാണുമല്ലോ, നമ്മൾ മിനിഞ്ഞാന്ന് തൃശ്ശൂർ പ്രോഗ്രാം അത്രയും ഭംഗിയായി കഴിഞ്ഞതിന് ശേഷം ഞാൻ നേരെ പോയത് എങ്ങോട്ടാണ്? വിനോദത്തിന് വേണ്ടിയിട്ടാണ്, അല്ലെ? അടിച്ച് പൊളിച്ച് കറങ്ങി അടിച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല അല്ലെ? കറങ്ങി അടിച്ച് തലകുത്തി മറിഞ്ഞ് റോസാപ്പൂക്കളുടെ ഇടയിലും പൂക്കളുടെ ഇടയിലൊക്കെ നിത്യ ഹരിതമായി ഇങ്ങനെ തല്ലപിച്ച് നടക്കുന്ന നിങ്ങൾ കണ്ടല്ലോ അല്ലെ? തിരക്കില്ലാഞ്ഞിട്ടാണോ അത്? പണിയില്ലാഞ്ഞിട്ടാണോ അത്? ഇല്ല, ഇതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇതൊക്കെ ആവശ്യത്തിനാണ്. കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് ഞാൻ താജ്മഹലിൽ നിൽക്കുക. താജ്മഹലിലെ ഡൽഹിയിലാണ് ഈ സമയത്ത്. അന്നും കഴിഞ്ഞ വർഷം ഈ സമയത്ത് ക്ലാസ് എടുത്തില്ല. കാരണം താജ്മഹൽ ഒരു ദിവസം ഡൽഹിയിൽ നിന്ന് എടുത്തില്ല. രണ്ടാമത് ശ്രീനഗറിൽ നിന്നുണ്ടാകുമ്പോൾ കാശ്മീരിൽ ക്ലാസ് എടുത്തിരുന്നു, ഡൽഹിയിൽ നിന്ന് എടുത്തില്ല. ഓക്കെ, അപ്പോ ഇപ്പോൾ ഞാൻ നാട്ടിൽ കാസർഗോഡാണ്, നാട്ടിലെ വീട്ടിലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് നമ്മൾ ഇതെല്ലാം ഉണ്ടാകുന്ന വിനോദം. നമ്മൾ മലയാളീസ് പൊതുവെ ഇപ്പൊ നല്ല എല്ലാവരും വിനോദയാത്ര നടത്താറുണ്ട്. ഇല്ലാത്തവരോട് പറയുന്നത് വിനോദം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു മൈൻഡ് റിലാക്സേഷൻ വളരെ നിർബന്ധമാണ്. നമുക്ക് പല സ്ഥലങ്ങളിലും പല സ്ഥലങ്ങളിൽ പോയി കാണുകയൊക്കെ വേണം. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നതിന് യഥാർത്ഥ കാര്യം ഈ 5 കാര്യങ്ങൾ എപ്പോഴും ബാലൻസ് ചെയ്യണം. അപ്പൊ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം
വിചാരിച്ച കാര്യങ്ങൾ സമയത്ത് നടക്കണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇത് നടക്കുക എന്ന് ഒന്ന് മനസ്സിലാക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. വളരെ ലളിതമായി പറഞ്ഞു പോകാം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. എന്താണ് നമ്മൾ വിചാരിച്ച കാര്യം നടക്കാതിരിക്കാനുള്ള കാരണമായി നിങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്? അതാണ് ഏറ്റവും പ്രധാനം. നമ്മളൊരു കാര്യം വിചാരിച്ചു, അത് നടക്കുന്നില്ലെങ്കിൽ എവിടെയാണ് നമുക്ക് യഥാർത്ഥത്തിൽ വിഷയം സംഭവിക്കുന്നത്? യഥാർത്ഥത്തിൽ എവിടെയാണ് നമുക്ക് വിഷയം സംഭവിക്കുന്നതെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? നോക്കൂ, നമുക്ക് 2 തരത്തിലുള്ള വിഷയങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ വരുന്നത്. എല്ലാവരും ജീവിത തടസ്സമായി മാറുന്നത് 2 തരത്തിലുള്ള കാര്യങ്ങളാണ്. ഒന്ന് എന്താണ്? മനസ്സിൽ തന്നെയാണ്. നമുക്ക് 2 തരത്തിലുള്ള കാര്യങ്ങളാണ് നമുക്ക് എപ്പോഴും തടസ്സമായി അല്ലെങ്കിൽ നമുക്ക് ജീവിതത്തിൽ ഉണ്ടാകും. ഒന്ന് വ്യക്തമായ ലക്ഷ്യമുള്ള ജീവിതം. കേട്ടോളൂ, ഒന്ന് വ്യക്തമായ ലക്ഷ്യമുള്ള ജീവിതം, മറ്റൊന്ന് ഒരു ലക്ഷ്യവുമില്ലാത്ത ജീവിതം. ഇത് 2 തരത്തിലാണ് ആൾക്കാരുള്ളത്. ഇതിൽ ഏത് ഗണത്തിലാണ് നിങ്ങൾ പെടുന്നത്? ഒന്നാണോ രണ്ടാണോ? ഒന്നാമത്തത് നല്ല ലക്ഷ്യബോധമുള്ള ജീവിതം. രണ്ടാമത്തത് ഒരു ലക്ഷ്യമില്ല, ജീവിച്ചു പോകുന്ന ജീവിതം. ഇപ്പൊ എല്ലാവരും ടൈപ്പ് ചെയ്യും 1 1 1 1 1, എന്നിട്ട് ഞാൻ അൺമ്യൂട്ട് ചെയ്ത് ലക്ഷ്യം ഒന്ന് പറയാന്ന് പറഞ്ഞാൽ, ഓ എന്നാ പറയാണ് സാറേ, ഇങ്ങനെയൊക്കെ ജീവിച്ചു പോവുകയാണ് എന്ന് പറയുന്ന അവസ്ഥ ആവരുത്. കൃത്യമായ ലക്ഷ്യബോധം. ഓക്കെ, എന്റെ ക്ലാസ്സിൽ ഇരിക്കുന്നവർ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്, നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം അതായതുകൊണ്ട് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇല്ലാത്തവർ നാളെ സംസാരിക്കാനുള്ള ഒരു സബ്ജക്റ്റ് ആയിരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. ഒന്നാമത്തെ കാര്യമുള്ള ആൾക്കാർ, അതായത് കൃത്യമായ ലക്ഷ്യബോധമുള്ള ആൾക്കാർക്ക് എന്തുകൊണ്ടായിരിക്കും വിചാരിച്ച കാര്യം നേടാൻ സാധിക്കാത്തത്? ലക്ഷ്യബോധമില്ലാത്തവരെ പിന്നെ പറയണ്ടല്ലോ, അവർ വിചാരിക്കില്ലല്ലോ, അവർക്കൊരു വിചാരമില്ലല്ലോ. ലക്ഷ്യബോധമുള്ളവർക്കല്ലേ വിചാരം ഉണ്ടാവുള്ളൂ, മറ്റുള്ളവർക്ക് വിചാരമേ ഉണ്ടാവില്ല. ലക്ഷ്യബോധമുള്ള ആൾക്കാർക്ക് എന്തുകൊണ്ടാണ് വിചാരിച്ച കാര്യം നേടിയെടുക്കാൻ സാധിക്കാത്തത്? വളരെ ലളിതമായി പറഞ്ഞു തരാം. ശ്രമിക്കാത്തത് മാത്രമല്ല അതിന്റെ വിഷയം, ശ്രമിക്കാത്തത് തന്നെയാണ്. പക്ഷെ ശ്രമിക്കുന്നതിന് മുമ്പത്തെ ഒരു വിഷയം എന്ന് പറയുന്നത്, ലക്ഷ്യബോധം ഉണ്ടാക്കുന്നത് നമ്മൾ എവിടെയാണ്? മനസ്സിലാണെന്ന് പറയും. നമുക്ക് 2 തരത്തിലുള്ള മനസ്സുണ്ട്, അല്ലേ? അല്ലെങ്കിൽ നമുക്ക് പറയാം, നമ്മൾ മൂന്ന് കാര്യത്തെ പറ്റിയാണ് നമ്മൾ പറയാറുള്ളത്: ശരീരം, മനസ്സ്, ആത്മാവ്. ഇതിന് 3 പറ്റി നമ്മൾ പറയാറുണ്ടല്ലോ. കൃത്യമായി നിങ്ങൾക്ക് അറിയാം 3 കാര്യങ്ങൾ ഉണ്ടാവാം. അപ്പോൾ നമ്മൾ ലക്ഷ്യം എവിടെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്? നമ്മുടെ മനസ്സിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്, അല്ലേ? മനസ്സിൽ സെറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ബോധതലത്തിൽ സെറ്റ് ചെയ്യുമ്പോൾ അതിനെ നമുക്ക് ഇങ്ങനെ എടുക്കാം: കോൺഷ്യസ് മൈൻഡ്, സബ് കോൺഷ്യസ് മൈൻഡ് എന്നെടുക്കാം, അല്ലെങ്കിൽ മനസ്സ്, ആത്മാവ് എന്നെടുക്കാം. ഇങ്ങനെ സിമ്പിൾ ആയിട്ട് എടുക്കാം. നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് മനസ്സിലാണെങ്കിൽ ഇത് നമ്മുടെ ആത്മാവുമായിട്ട് യോജിച്ചിട്ടുണ്ടോ? ഇവിടെ നമുക്ക് ആത്മാവിനാണ് പ്രാധാന്യം എന്ന് പറയുന്നു. എല്ലാ കാര്യങ്ങളും നേടുന്നത് നമ്മുടെ ആത്മാവാണെന്ന് നിങ്ങൾക്കറിയാം. ഇതിനെപ്പറ്റി കൂടുതൽ ഞാൻ ഇപ്പൊ സംസാരിക്കുന്നില്ല. പല ക്ലാസ്സുകളിൽ ഞാൻ വളരെ കൃത്യമായി സ്പിരിച്വാലിറ്റിയുടെ കാര്യങ്ങൾ സംസാരിക്കാറുള്ള കാര്യമാണ്. നമ്മൾ എപ്പോഴും നമ്മൾക്ക് എന്തെങ്കിലും സന്തോഷകരമായിട്ട്, എല്ലാം ശുഭമായി മാറുന്ന, എല്ലാം സന്തോഷകരവും പീസ് ഓഫ് മൈൻഡുമായി മാറുന്ന അവസ്ഥ ഏതാണെന്ന് ചോദിച്ചാൽ, ശരീരവും മനസ്സും ആത്മാവും, 3rd ഡയമെൻഷൻ മാത്രം അത് വിൽക്കുന്നു. 4th ഞാൻ പോകുന്നില്ല. ഇത് 3ഉം ഒരേ ദിശയിൽ വരുമ്പോൾ, ഏകാത്മമായി മാറുമ്പോൾ മാത്രമേ നമുക്ക് സന്തോഷം അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാത്തടത്തോളം നമുക്ക് നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കാൻ സാധിക്കും. മാനസികമായ നേട്ടം ഉണ്ടാക്കാൻ പറ്റും, സാമൂഹികമായ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റും, സാമ്പത്തികമായ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റും, ഒക്കെ പറ്റും. പക്ഷെ ഇത് നമുക്ക് ആസ്വദിക്കാൻ പറ്റില്ല. കാരണം ഇത് എപ്പോഴും ഇവിടെ കിടന്ന് ഇങ്ങനെ വിങ്ങിക്കൊണ്ടേയിരിക്കും. ആത്മാവ് ഒന്ന് പറയുന്നു, മനസ്സൊന്ന് പറയുന്നു, ശരീരം മറ്റൊന്ന് പറയുന്നു. അപ്പോൾ ചിലപ്പോൾ ശരീരം സുഖം ലഭിച്ചെന്ന് വരാം, മനസ്സിന് മാത്രം സുഖം ലഭിച്ചെന്ന് വരാം, ആത്മാവിന് അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ഒരു ക്ഷേത്രത്തിൽ പോയിരുന്നാൽ ഒരു 5 മിനിറ്റ് അവിടെ തൊഴുമ്പോൾ ഭയങ്കര ആത്മസംതൃപ്തി നേടും. പുറത്തിറങ്ങുമ്പോൾ ആ ക്ഷേത്രത്തിന്റെ എല്ലാ അവസ്ഥയിൽ നിന്ന് മാറി പൊട്ടിത്തെറിയും ചിറ്റലും വിളിച്ചവരാണ് നിങ്ങളുടെ സ്വഭാവമെങ്കിൽ എവിടെ മാറിയില്ല? നിങ്ങളുടെ അന്തരാത്മാവിൽ മാറ്റം വന്നില്ല എന്ന് മനസ്സിലാക്കുന്നത് പോലെ, നമ്മൾ എന്താവണം എന്നതിന്റെ, എന്തായിരിക്കണം എന്ന് നമ്മൾ തീരുമാനിക്കുന്നത് നമ്മുടെ ആത്മാവുമായി കണക്ട് ചെയ്ത് വേണം. നമ്മുടെ പുസ്തകത്തിൽ ഞാൻ ആരാണെന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്, അതൊന്ന് വായിച്ചു നോക്കുക. അത് കഴിഞ്ഞിട്ട് ജ്ഞാനോദയം എന്ന് പറയുന്ന ഒരു ചാപ്റ്ററും കൂടി ഉണ്ട്. അത് വായിച്ചു നോക്കുമ്പോൾ, ഡീപ്പായിട്ടിരുന്ന് വായിച്ചു നോക്കുമ്പോൾ, കുറേ പ്രാവശ്യം വായിക്കേണ്ടി വരും, നിങ്ങൾക്കിത് മനസ്സിലാവും.
ഞാൻ ആരാണെന്ന ചോദ്യം എല്ലാവരും ചോദിച്ചതാണ് അല്ലേ? എല്ലാവരും കേട്ടതാണ്. ചോദിച്ച ചോദ്യം തന്നെയാണ്. ഞാൻ നിങ്ങളും ഒക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. പക്ഷെ ഞാൻ അതിൽ വേറൊരു രീതിയിൽ നിർവചനം കൊടുത്തിട്ടുണ്ട്. സാധാരണക്കാരന് ആരാണ് എന്നതിന് ആത്മീയമായി വലിയ പരിവേഷണങ്ങളിൽ ഇല്ലാതെ ഒരു നിർവചനം കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വായിച്ചു നോക്കണം കേട്ടോ. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് പെട്ടെന്ന് തീർക്കാം ഇന്നത്തെ ക്ലാസ്. ഇത്രയും മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നമ്മൾ വിചാരിച്ച കാര്യങ്ങളെല്ലാം ആസ് ഇറ്റ് ഈസ് നടക്കണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയും കാര്യങ്ങളാണ്. ദിവസവും 15 മിനിറ്റ് നേരം ഇതിനു വേണ്ടി മാറ്റിവെക്കാൻ നിങ്ങൾ തയ്യാറാണോ? വിചാരിച്ച കാര്യങ്ങളൊക്കെ നേടാൻ ദിവസവും 15 മിനിറ്റ് നേരം ഒറ്റയ്ക്കിരിക്കാൻ നിങ്ങൾ തയ്യാറാണോ? ഉത്തരം പറഞ്ഞോളൂ, ടൈപ്പ് ചെയ്തോളൂ. 15 മിനിറ്റ് ഒറ്റയ്ക്കിരിക്കണം, വേറെ ഒരാളുമില്ല, ഒറ്റയ്ക്ക് മാത്രം. എല്ലാവരും എല്ലാവരും. ഇതിന്റെ മറ്റൊരു രൂപമാണ് രാവിലെ നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്നത്. പക്ഷെ മെഡിറ്റേഷൻ നമുക്ക് ഒത്രയും സമയം തികയുന്നില്ല എന്നുള്ളതാണ്. ഇതിന് പിന്നെ അത് ഒറ്റയ്ക്ക് ഇരിക്കണം. മെഡിറ്റേഷൻ ആകുമ്പോൾ ചിലപ്പോൾ എന്റെ സപ്പോർട്ട് ചോദിച്ചെന്ന് വരും. സംശയങ്ങൾ ഉണ്ടാകുമ്പോൾ അപ്പോൾ സാറിനോട് ചോദിക്കും, സാറേ ഇതെന്താ ചെയ്യേണ്ടത്, ഇത് പാടില്ല. ഒറ്റയ്ക്ക് നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരാളോടും ഒരു സംശയവും ചോദിക്കാതെ ഒറ്റയ്ക്ക് ഇരിക്കുക എന്നാണ് ഒന്നാമത്തെ പ്രക്രിയ. ഇത് എഴുതി വെച്ചോളൂ. സ്വസ്ഥമായ ഒരു സ്ഥലത്ത് ഒറ്റയ്ക്ക് ഇരിക്കുക. അവിടെ ഫോൺ പാടില്ല, അവിടെ ഒരു ഭാഗികമായ ഇടപെടലും പാടില്ല, ഒന്നുമില്ലാതെ ഇരിക്കുക. വളരെ ലളിതമാണ്, വളരെ ലളിതമാണ്. ഇത് പ്രാക്ടീസ് ചെയ്താൽ മാത്രം മതി. ഞാൻ കഴിഞ്ഞ 6-8 വർഷങ്ങളായിട്ട് മിക്ക ദിവസവും എന്താ പറയാ 28 ദിവസവും പ്രാക്ടീസ് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. പറഞ്ഞു വരുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് തോന്നും ഇത്രയേ ഉള്ളൂ. പക്ഷെ അത് ചെയ്തു നോക്കുക, അപ്പൊ അറിയാം കാര്യങ്ങൾ. കൂടുതൽ സമയം ഇരിക്കാൻ പറ്റുന്ന അത്രയും നല്ലത്. ഞാൻ വെറും 15 മിനിറ്റ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഓക്കെ, ഇരുന്ന് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് നിങ്ങൾക്ക് ജീവിതത്തിൽ വേണ്ടത് എന്ന് കൃത്യമായി ഓർക്കുക. വളരെ സ്പഷ്ടമായി ഓർക്കുക. എന്റെ കാലുവേദന മാറണേ എന്നല്ല, എന്റെ കാലുവേദന മാറിയിരിക്കുന്ന അവസ്ഥ ചിന്തിക്കുക. എന്റെ കാലുവേദന, എനിക്ക് പൈസ എന്റെ കടങ്ങൾ കൊടുത്ത് തീർക്കണേ എന്നുള്ളതല്ല ചിന്തിക്കേണ്ടത്. എന്റെ കടങ്ങൾ ഞാൻ ധനവാനായിരിക്കുന്ന അവസ്ഥയെ പറ്റി മാത്രം ചിന്തിക്കുക. എന്റെ മക്കൾക്ക് ജോലി കിട്ടണേ എന്നുള്ള പ്രാർത്ഥനയല്ല, എന്റെ മക്കൾക്ക് ജോലി കിട്ടിയാലുള്ള അവസ്ഥയെ ചിന്തിക്കുക. അയൽപക്കക്കാരൻ കാറ് മേടിച്ചത് എങ്ങനെ എന്ന് ആലോചിച്ചിരിക്കുകയല്ല വേണ്ടത്, നമ്മൾ കാറ് മേടിച്ച അവസ്ഥയെ ആലോചിക്കുക. ഞാൻ പറഞ്ഞതിന് വ്യത്യാസം മനസ്സിലായി കാണുമെന്ന് നോക്കുന്നു. മിക്കവർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. പറഞ്ഞു വരുമ്പോൾ വീണ്ടും പറയുന്നത് ഇത് തന്നെയായിരിക്കും. എങ്കിലും ശ്രമിച്ചു നോക്കുക. നമുക്ക് വേണ്ടത് എന്താണോ അത് കൃത്യമായി മനസ്സിൽ ആഗ്രഹിക്കുക. വേണ്ടത് മാത്രം. നിങ്ങൾക്ക് മറ്റുള്ളവനെ പറ്റിയിട്ട് മോശമാണ് വേണ്ടതെങ്കിൽ ചിന്തിച്ചോളൂ, എനിക്ക് ഒരു തർക്കമില്ല. നമുക്ക് നമ്മളെ പറ്റി നല്ലതാണ് വേണ്ടതെങ്കിൽ നല്ലത് മാത്രമേ ചിന്തിക്കാവൂ. എത്ര പേർക്ക് അത് മനസ്സിലാവും എന്നറിയില്ല. എങ്കിലും വീണ്ടും പറയാം, നിങ്ങൾക്ക് വീടാണ് ആവശ്യമെങ്കിൽ എനിക്ക് വീടുണ്ടാവണേ, അല്ലെങ്കിൽ അയ്യോ എനിക്ക് എന്നാണപ്പോ വീടുണ്ടാവുന്നത് എന്ന ചിന്തയല്ല. എനിക്ക് വീടുണ്ടായാലുള്ള എൻ്റെ അവസ്ഥ എന്താണ്, അത് മാത്രം ചിന്തിക്കും. അത് വേണമെങ്കിൽ അത് എഴുതി വെക്കാം, വേണ്ടെങ്കിൽ എഴുതി വെക്കണ്ട. കൃത്യമായി ഒരു 5 മിനിറ്റ് നിങ്ങൾ അതിനു വേണ്ടി മാത്രം മാറ്റി വെക്കുക. ഓക്കെ, റെഡിയാണല്ലോ? അടുത്ത 5 മിനിറ്റ് നേരം നിങ്ങൾ പൂർണ്ണമായും നിങ്ങളുടെ ശരീരത്തിലേക്ക് മാത്രം ശ്രദ്ധിക്കുക. മൂക്കിലൂടെ ശ്വാസം പോകുന്നതും ശ്വാസം വരുന്നതും അവിടെ എവിടെയാണോ ഇരിക്കുന്നത് ആ സ്ഥലത്തെ മാത്രം ചിന്തിച്ചുകൊണ്ട് നിങ്ങളുടെ ശരീരവും നമ്മുടെ മനസ്സും ആ പ്രദേശവും മാത്രം ചിന്തിച്ചിരിക്കുക. ഇന്ന് എങ്ങനെയാണ് അത് കൊടുക്കുക, ഇന്ന് എങ്ങനെയാണ് ഇത് കൊടുക്കുക, ഇതൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ചിന്തിക്കേണ്ടത് എന്താണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് അത് ചിന്തിക്കുക. എന്നിട്ട് അവിടെ തന്നെ ഇരിക്കുക. ബി അറ്റ് പ്രസന്റ് എന്ന് പറയും. ആ സിറ്റുവേഷനിലെ ആ കണ്ടീഷനിലെ മാത്രം ചിന്തിക്കുക. അടുത്ത 15 മിനിറ്റ് നേരം, അടുത്ത 5 മിനിറ്റ് നേരം നിങ്ങൾ അത് ലഭിച്ചാൽ കിട്ടുന്ന അവസ്ഥ എന്താണോ, നിങ്ങൾ അത് വിചാരിച്ച കാര്യം നിങ്ങൾക്ക് ലഭിച്ചാൽ എന്താണ് നിങ്ങളുടെ അവസ്ഥ, ഒരു ചിരിയൊക്കെ വരുമെങ്കിൽ ഒരു പിഞ്ചിരി വിധിക്കുക. സ്വസ്ഥമായി നിങ്ങൾ അത് കിട്ടിയ അവസ്ഥ അനുഭവിക്കുക. ഇതിന് ഒരു ആളുടെയും സപ്പോർട്ട് ആവശ്യമില്ല, ഒന്നും നിങ്ങൾക്ക് ആവശ്യമില്ല. ഒറ്റയ്ക്ക് മാത്രമേ ചെയ്യാവൂ.
ചേട്ടാ ഇതെങ്ങനെ ചെയ്യുന്നു, സാറേ ഇതെങ്ങനെ ചെയ്യുന്നു, മോനെ ഇതെങ്ങനെ ചെയ്യുന്നു എന്നുള്ള ചോദ്യങ്ങളേ പാടില്ല. നിങ്ങൾ അറിഞ്ഞ് ചെയ്യണം. ഇത് എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യണം. ഏതാണോ ആവശ്യം, ഇന്നത്തെ കാര്യം എന്താണോ അത് ആലോചിച്ചോളൂ. നാളത്തെ കാര്യം എന്താണോ നാളെ ആലോചിക്കാം. എല്ലാ ദിവസവും സമയമുണ്ടല്ലോ. ആ ദിവസം എങ്ങനെ ആയിരിക്കണം എന്ന് വ്യക്തമായ പ്ലാൻ, വ്യക്തമായ അവസ്ഥ ഒക്കെ ചിന്തിച്ച് വെക്കുക. 15 മിനിറ്റ് അടുത്ത മൂന്നാമത്തെ 5 മിനിറ്റ് നേരം അത് കൃത്യമായി വിഷ്വലൈസ് ചെയ്യുക. ഇത്ര മാത്രം നിങ്ങൾ ചെയ്താൽ മതി എന്നും. അപ്പോൾ മനസ്സും ശരീരവും ആത്മാവും ഒരേ തലത്തിൽ വരും. മൂന്നും ഏകാത്മകമായി വരികയും നമ്മൾ എല്ലാം നേടുകയും ചെയ്യും. യാതൊരു തർക്കമില്ലാത്ത കാര്യമാണ്. വളരെ ലളിതവും വിജയിച്ച എല്ലാവരുടെ രഹസ്യവുമാണ്. നിങ്ങൾ ആര് വിജയിച്ചിട്ട് അവരോട് ചോദിച്ചു നോക്കൂ. നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്ത് വേണം അതൊക്കെ ഓരോ ദിവസം ഇന്ന് നേടേണ്ടത് തീരുമാനിച്ചോളൂ. ഇന്നത്തെ കാര്യം ഇന്നും തീരുമാനിച്ചോളൂ. ഇന്ന് എനിക്ക് ഇന്നാ വേണ്ടത്, ഇന്നത്തെ കാര്യം ചിന്തിച്ചോളൂ, പൊക്കോളൂ, ഇറങ്ങിക്കോളൂ. നിങ്ങൾക്ക് അത് ലഭിക്കും. അത് എല്ലാ കാര്യവും ഞാനിപ്പോ ഇത് പറയാൻ നിന്ന് കഴിഞ്ഞാൽ ഞങ്ങളെ ഈ തൃശ്ശൂർ പ്രോഗ്രാമിന് മുമ്പ് മൊഴിഞ്ഞ് ഇന്നലെ രാത്രി ഇവിടെ എത്തിയത് വരെയുള്ള സാധനങ്ങൾ എങ്ങനെയാണോ ഞാൻ മനസ്സിൽ സെറ്റ് ചെയ്ത് അതിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടില്ല. അതിൽ ഒരു കാര്യം മാത്രമേ ഞാൻ മനസ്സിൽ സെറ്റ് ചെയ്യാൻ സംഭവിച്ചിട്ടുള്ളൂ. ഞങ്ങളുടെ വണ്ടി ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് ഡൗൺ ആയിക്കൊണ്ടും അത് ഞാൻ മനസ്സിൽ സെറ്റ് ചെയ്ത സാധനമല്ലായിരുന്നു. ബാക്കിയൊക്കെ ആസിറ്റീസ് ആണ്. ഈവൺ ഒരു ഫോട്ടോ പോലും നമ്മൾ മുമ്പേ മനസ്സിൽ ആഗ്രഹിച്ചത് തന്നെയാണ് നടന്നത്. ഇവൻ നിങ്ങൾ കണ്ടല്ലോ, ഞാൻ അവിടെ ഇരുന്ന് സംസാരിച്ച ഒരു വീഡിയോ കണ്ടല്ലോ, ഒരു റിസോർട്ട്, അതടക്കം ഞാൻ അവിടെ കയറി ഇരിക്കുന്നതൊക്കെ ഞാൻ ഇതുപോലെ വിഷ്വലൈസ് ചെയ്ത് കണ്ടത്. വളരെ അതുകൊണ്ടാണ് ഇന്ന് തന്നെ ഇത് പറഞ്ഞു കളയാന്ന് കരുതിയത്. ഇത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും പലർക്കും ഇങ്ങനെ നടക്കുമെന്നുള്ളത്. ഒന്നുമില്ല. നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്ക്. ലഭിച്ചില്ലെങ്കിൽ പറ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്കത് ലഭിക്കുകയും, പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾക്കത് ലഭിക്കുകയുമില്ല എന്ന് മാത്രം ഓർക്കുക. കാരണം പ്രാക്ടീസ് ചെയ്യാതെ എന്തെങ്കിലും ലഭിക്കണം എന്ന് പറയുന്നത് പ്രകൃതി നിയമത്തിനെതിരാണ്. അതുകൊണ്ട് പ്രകൃതി നിയമത്തെ കടത്തിവെട്ടാൻ ആരും വിചാരിക്കരുത്. അത് വളരെ കൃത്യമായിട്ടുള്ള കാര്യമാണ്. ഇത്ര മാത്രം നിങ്ങൾ ചെയ്താൽ മതി. ബാക്കിയെല്ലാം ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുമെന്ന് മാത്രം ഓർമ്മിച്ചുകൊണ്ട് ഇന്നത്തെ സെഷൻ അവിടെ അവസാനിപ്പിക്കാം. ബാക്കി നമുക്ക് നാളെ വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച്. പിന്നെ മെഡിറ്റേഷന്റെ കാര്യം പറഞ്ഞത് മറ്റന്നാളാണ്. അതുകൊണ്ട് ലാസ്റ്റ് നിമിഷത്തിലേക്ക് ആരും മാറ്റി വെക്കരുത്. കാരണം വെച്ചാൽ ലാസ്റ്റ് നിമിഷത്തിൽ വളരെ പ്രയാസമാണ് ഞങ്ങളെ സംബന്ധിച്ചും. കാരണം വെച്ചാൽ നിങ്ങൾ ലാസ്റ്റ് നിമിഷത്തിൽ പേയ്മെന്റ് ആയിരിക്കും ചേർക്കാൻ വേണ്ടി പറയും. അഡ്മിന്മാർ നെറ്റോട്ട് ഔട്ടാണ്. അത് ചെയ്യരുത്. മുൻകൂട്ടി ചെയ്യുക. രാത്രിയാണ് സമയം. നമുക്ക് 9 മണിക്കല്ല, നമുക്ക് 8 മണിക്കല്ല, ഇത്തവണ 9 മണിക്ക് ശേഷമായിരിക്കും നമ്മൾ ചെയ്യുന്നത്. കാരണം വെച്ചാൽ നമുക്ക് പിറ്റേ ദിവസം രാവിലെ 5:35 വരെ ചന്ദ്രൻ ഇതുണ്ട്, പൗർണമി ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ലേറ്റ് ആയിട്ട് ചെയ്താലും അത്രയും നല്ലതാണ്. കഴിഞ്ഞ പ്രാവശ്യം രാത്രി 12:20 അസ്തമയം ആയതുകൊണ്ടാണ് നമ്മൾ 8 മണിക്ക് ചെയ്തത്. ഇപ്പൊ നമുക്ക് 9 മണിക്കോ 9:30 മണിക്കോ 10 മണിക്കോ ചെയ്യാം. അത്രയും സമയം നമുക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ലക്ഷ്യമുള്ളവർ മാത്രം വന്നാൽ മതി കേട്ടോ. വെറുതെ വന്നു തരണ്ട. ഇപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ലക്ഷ്യം വേണം, അതിന് എനർജി ആവശ്യമാണ്, യൂണിവേഴ്സൽ എനർജി കൂടി ആവശ്യമുണ്ടെങ്കിൽ എല്ലാവരും വരിക എന്ന് മാത്രമാണ്. ചെറിയൊരു ഫീസ് മാത്രമേ വെച്ചിട്ടുള്ളൂ. എല്ലാവരും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഫീസ് മാത്രമേ വെച്ചിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും തയ്യാറായി വരിക എന്ന് മാത്രം ഇപ്പോൾ ഓർമ്മിപ്പിക്കുന്നു. ബാക്കിയുള്ള ക്ലാസ്സുകളൊക്കെ ലോ ഓഫ് അട്രാക്ഷൻ ബുക്കുകൾ അയച്ചിൽ ഇന്നിപ്പോൾ ഇതിലൂടെ വന്നതേ ഉള്ളൂ. അയക്കാൻ പറയാം കേട്ടോ. ഞാൻ സൈൻ ചെയ്ത് കൊടുക്കാം. ഇവിടെ ഞാനിപ്പോൾ എത്തിയേ ഉള്ളൂ കേട്ടോ. ഇവിടെ കൊണ്ടുവന്നേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു. മറ്റുള്ളവർക്ക് സംസാരിച്ചോളൂ. താങ്ക് യു വെരി മച്ച്. ഈ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആദ്യം ചോദിച്ചോളൂ. സാർ ഞാൻ ശാന്തമയാണേ. സാർ റിട്ടേൺ തിരിച്ച് അബുദാബിക്ക് എന്നാ സാർ എത്തുന്നേ? എന്താണ് സാർ അബുദാബിയിൽ എന്നാ തിരിച്ചെത്തുന്ന? ഹസ്ബൻഡ് ചോദിച്ചു വെക്കാൻ പറഞ്ഞു. 16 വിഷു കഴിഞ്ഞിട്ട് എന്തായാലും പോകുന്ന വിചാരിച്ചത്. 20-ാം തീയതി ആകുമ്പോഴത്തേക്ക് സാർ ഇവിടെ കാണുമോ? അറിയില്ല, ടിക്കറ്റ് എടുത്തിട്ടില്ല. ഇപ്പൊ വിഷു കഴിഞ്ഞിട്ട് പോകണം എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. എപ്പോഴാണ് ഡേറ്റ് അറിയില്ല, പറയാം. ഓക്കെ സാർ, താങ്ക് യു സാർ. സാറിന്റെ ബുക്ക് അവൈലബിൾ ആമസോണിൽ അവൈലബിൾ ആണെന്ന് പറഞ്ഞല്ലോ. യുഎസിലല്ല, അല്ല ഞാൻ നോക്കിയിട്ട് യുഎസിലല്ല. ഓക്കെ ഓക്കെ. ആമസോണ് ഇന്റർനാഷണൽ ചെയ്യണമെങ്കിൽ ഇന്റർനാഷണൽ വേറെ ലൈസൻസ് വേണം. നമുക്ക് പോസിബിൾ അല്ല. ഇവിടുന്ന് നാട്ടിൽ നിന്ന് ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ എത്തുക. ഞാന് ഇവിടുന്ന് നാട്ടിൽ നിന്ന് നിങ്ങൾക്ക് PDF വായിക്കാനാണോ ഇഷ്ടം? ഒറിജിനൽ ടെക്സ്റ്റ് ബുക്കാണോ? PDF ആണെന്നല്ല, നോ പ്രോബ്ലം. പ്രിന്റ് ചെയ്തോളൂ. അവിടുന്ന് പ്രിന്റ് ചെയ്ത് എടുത്താൽ മതി.
Okay. Yeah. We'll connect you. ഞാൻ കണക്ട് ചെയ്യാം Okay. കേട്ടോ. Okay. Thank you. ഹലോ സർ, Yes, ഞാൻ Alice. സംസാരിച്ചോ. സുധ. ഹലോ സുധ പറഞ്ഞു. സർ, ഞാൻ ഇന്നാണ് ക്ലാസ്സിൽ കയറാൻ എനിക്ക് പറ്റിയത്. ഞാൻ ഒരു 2 ആഴ്ചയായിട്ട് സാറിന്റെ ക്ലാസ് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് യൂട്യൂബില്. അപ്പൊ ഞാനിപ്പോ ജോലി സ്ഥലത്താണ് ഉള്ളത്. അതുകൊണ്ട് എനിക്ക് സാറിന്റെ ക്ലാസ്സിലൊന്ന് കയറണം എന്ന് അതിയായ മോഹമുണ്ട്. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോ അതിന് ദൈവം എന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു സർ. ഞാൻ സാറിന്റെ എല്ലാ വീഡിയോസും കാണാറുള്ള ഒരാളാണ്. 4 വർഷമായിട്ട് ഞാൻ ഈ ഒരു ഫീൽഡിൽ ഇങ്ങനെ തുടർന്ന് പോകുന്നുണ്ട്. 5 മണിക്ക് എണീക്കാറുണ്ട്, മെഡിറ്റേഷൻ ചെയ്യാറുണ്ട്, ഗ്രാറ്റിറ്റ്യൂഡ് എഴുതാറുണ്ട്, എല്ലാം ഞാൻ ചെയ്യാറുണ്ട്. പക്ഷെ എനിക്ക് സാറിന്റെ ക്ലാസ്സിൽ കയറാൻ ഇതുവരെ പറ്റിയിട്ടില്ല. അതിനൊന്ന് അനുഗ്രഹിക്കണം സാർ. സത്യം പറഞ്ഞാൽ എനിക്ക് കാരണം നല്ല അതിയായ മോഹമുണ്ട്. സാർ അനുഗ്രഹിക്കണം. ഇപ്പൊ എന്താ പറഞ്ഞത്? നിങ്ങൾ എന്ത് ആഗ്രഹിച്ചാലും അതെ. എനിക്കിപ്പോ ഞാൻ ജോലി സ്ഥലത്താകൊണ്ട് ഇപ്പൊ ഞങ്ങൾ വെളിയിൽ പോയി വന്നതേ ഉള്ളൂ. ഇപ്പോഴാണ് ക്ലാസ് കാണാൻ തുടങ്ങിയത്. ഇന്നാണ് എനിക്ക് കിട്ടിയത് സാറിന്റെ ക്ലാസ്സിൽ. സത്യമായിട്ട് സന്തോഷമുണ്ട് സാറിന് സംസാരിക്കാൻ കഴിഞ്ഞതില്. ഓക്കെ സാർ, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് എനിക്ക് സാറിനോട്. അത് ഞാൻ ക്ലാസ്സിൽ ചേർന്ന് കഴിഞ്ഞ ശേഷം ഞാൻ സാറിനോട് സംസാരിച്ചോളാം. എന്റെ കുടുംബത്തിനും പ്രാർത്ഥിക്കണം സാർ. അത്രയും ഒരു പ്രതിസന്ധി ഘട്ടത്തിലാണ് ഞാൻ നിൽക്കുന്നത്. സത്യം പറഞ്ഞു. ഓക്കെ സാർ, താങ്ക് യു സാർ. ബുക്കിന്റെ കാര്യം, ബുക്ക് ആവശ്യമുള്ളത് അഡ്മിനെ വിളിച്ച് പറഞ്ഞോളൂ. ഞാൻ പോകുന്നതിന് മുമ്പ് സൈൻ ചെയ്ത് പോകേണ്ട ബുക്കുകൾ സൈൻ ചെയ്ത് വെച്ചിട്ട് പോവാം. അപ്പൊ അഡ്മിനെ വിളിച്ച് പറഞ്ഞോളൂ എല്ലാ പുസ്തകങ്ങളും വേണ്ടതൊക്കെ. പുസ്തകങ്ങൾ ഏതൊക്കെ അറിയാമല്ലോ എല്ലാവർക്കും അല്ലെ? എല്ലാവരും വേണ്ടവര് അഡ്മിനെ വിളിച്ച് പറഞ്ഞോളൂ കേട്ടോ. ഓക്കെ. നീനാണ്. പറഞ്ഞു. സാറിന്റെ വീഡിയോ ഞാൻ യൂട്യൂബിലാണ് കാണാൻ തുടങ്ങിയതെന്ന് പറഞ്ഞിരുന്നു അന്ന്. ഇപ്പൊ 2-3 ക്ലാസ് ഞാൻ ജോയിൻ ചെയ്തിരുന്നു. പക്ഷെ ഞാൻ ആ കാണുന്ന സമയത്ത് എനിക്ക് ഭയങ്കര വിഷമത്തിലായിരുന്നു. പക്ഷെ ഇപ്പൊ എന്താന്നറിയില്ല, സാറിന്റെ ഓരോ കാര്യങ്ങൾ ചെയ്ത് എനിക്ക് നല്ല മനസ്സിന് നല്ല സമാധാനം ഉണ്ട്. എന്താന്ന് എനിക്കറിയില്ല. ഭയങ്കര സന്തോഷം. വീട്ടില് ഹസ്ബൻഡും ഞാനും ആണെങ്കിൽ നമുക്ക് കുറെ പ്രയാസങ്ങളുണ്ട്. പക്ഷെ ഒന്നും ഏൽക്കുന്നില്ല. ഒക്കെ എന്തോ ഒരു മായ പോലെ, ഒക്കെ ഒരു സമാധാനത്തില് ഞങ്ങള് നല്ല ഹാപ്പി ആയിട്ട്. പക്ഷെ കുറെ പ്രശ്നങ്ങളുണ്ട്, എന്താന്ന് അറിയുന്നില്ല എനിക്ക്. അത് ഞാൻ സാറിനോട് അന്ന് തൃശ്ശൂര് വന്നപ്പോ പറയണമെന്ന് വിചാരിച്ച്, പക്ഷെ നേരിട്ട് എന്തായാലും ഒന്ന് സാറിനെ കണ്ട് സംസാരിക്കണം വിചാരിച്ച് അന്ന് വല്ലാതെ ലേറ്റ് ആയി. ഹലോ. പറഞ്ഞോളൂ. പിന്നെ ഞാൻ ഒരു അഫർമേഷൻ എഴുതിയിട്ടായിരുന്നു അങ്ങോട്ട് വന്നത്. 2-3 ദിവസം ഇങ്ങനെ 6/4/2025 സാറിന്റെ തൃശ്ശൂരിൽ നടക്കുന്ന പ്രോഗ്രാമില് സാറിന്റെ ബുക്സ് പ്രകാശനം ചെയ്യാൻ അവസരം കിട്ടി. അതിന് ഞാൻ യൂണിവേഴ്സിനോട് നന്ദി പറയുന്നു. അതെന്റെ ഹസ്ബൻഡിന്റെ നമ്പർ കിട്ടി. അതെനിക്ക് തീരെ വിശ്വസിക്കാൻ പറ്റിയില്ല. നമ്പർ അവിടെ ടോക്കൺ എടുത്തതിൽ ഇങ്ങനെ ലക്കി ഡ്രോയില് എന്റെ ഹസ്ബൻഡിന്റെ നമ്പറാ കിട്ടിയത്, 58. അതെനിക്ക് തീരെ വിശ്വസിക്കാൻ പറ്റില്ല. ഞാൻ അഫർമേഷൻ 3 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് എഴുതിയിരുന്നു അങ്ങനെ. അപ്പൊ അതൊന്ന് സാറിനോട് പറയണമെന്ന് വിചാരിച്ച് അതും കൂടി ഒന്ന്. എനിക്ക് ഭയങ്കര എന്താ അറിയില്ല, എത്ര നന്ദി പറഞ്ഞാലും. ഇല്ല, അത് അവര് ചോദിക്കുമെന്ന് പറഞ്ഞു. പിന്നെ തിരക്കായി പോയി ചോദിച്ചു. രണ്ടുപേരും നാളെ ഒന്നിച്ചിരുന്നിട്ട് ഒരു വീഡിയോ പോലെ ഇതിൽ പറഞ്ഞോളൂ. അപ്പം തൃശ്ശൂർ ഗ്രൂപ്പിലെ അവർക്ക് അറിയാം. ഇതൊന്നും വലിയ ഇമ്പോർട്ടന്റ് കാര്യമല്ല, മറ്റുള്ളവർക്ക് എല്ലാവർക്കും കിട്ടേണ്ട കാര്യമല്ലേ. ഇരുന്നിട്ട് ഒരു വീഡിയോ ആക്കിയിട്ട് പറയാം കേട്ടോ. ഹസ്ബൻഡ് നാളെ ഉണ്ടാവില്ല, ഞാൻ സാറ്റർഡേ ചെയ്തിട്ട്. നിങ്ങളുടെ സമയം പോലെ. എനിക്ക് നിർബന്ധം, അത് മറ്റുള്ളവർക്ക് ഇൻസ്പിറേഷൻ ആവട്ടെ. എന്തായാലും സാറിന്റെ വീഡിയോസ് യൂട്യൂബിൽ കണ്ടിട്ടാണ് ഞാൻ അതിലേക്ക് വന്നത്. ഇപ്പൊ ഞാൻ ചെറിയ ചെറിയ ക്ലാസ്സുകളിൽ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ രാധികനെ എന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് നാളെ മറ്റേ 12-ാം തീയതിത്തെ ക്ലാസ്സിന് ഞാന് ജോയിൻ ചെയ്യുന്നുണ്ടെന്ന്. എന്തായാലും എനിക്കിപ്പോ നല്ല മനസ്സിന് നല്ല സമാധാനം ഉണ്ട്. എന്തായാലും ബാക്കിയൊന്നും എനിക്കറിയില്ല. എനിക്ക് നല്ല പ്രയാസങ്ങളുള്ള ഇത് കൂടാണ് ഞാൻ കടന്നു പോകുന്നത്. പക്ഷെ എനിക്ക് നല്ല സ്വസ്ഥത ഉണ്ട്. അതാണ് ഇപ്പൊ ഞാൻ സാറിനോട് എത്ര നന്ദി പറഞ്ഞാലും അറിയില്ല. താങ്ക് യു. ഒരു കാര്യം പറയാനുണ്ട്. ഞാൻ ഞാന് കഴിഞ്ഞ ദിവസം ഗുരുവായൂർ പോയായിരുന്നു. തിങ്കളാഴ്ച വൈകിട്ട് പോയി.
ചൊവ്വാഴ്ച ഫുള്ള് ഗുരുവായൂർ അമ്പലത്തിൽ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ സാറിന് തൃശ്ശൂർ പ്രോഗ്രാം അവിടെ നടക്കണോണ്ട് എപ്പോഴും നല്ല പ്രാർത്ഥിക്കണുണ്ടായി. സാറിനെ ഇങ്ങനെ മുമ്പിൽ കാണുന്ന പോലെ എനിക്ക് എപ്പോഴും മനസ്സിൽ ഫീൽ ചെയ്യണ്ടായി. തൊഴുത് ഞാൻ ഇങ്ങനെ പുറത്തിറങ്ങിയിട്ട് ഞാൻ അവിടെ പ്രാർത്ഥിച്ചിരിക്കാറുണ്ട്. എപ്പോഴും കുറച്ചു നേരം കണ്ണടച്ചിങ്ങനെ ഇരിക്കാറുണ്ട്. അങ്ങനെ കണ്ണടച്ചിങ്ങനെ ഇരിക്കണ സമയത്ത് എന്റെ മുമ്പിൽ സാറ് ഇങ്ങനെ ഇത് കൊടുത്ത് ഇങ്ങനെ പുതച്ചിട്ട് സാറും വൈഫും ഇങ്ങനെ നടന്നു പോണതായിട്ട് എന്റെ ഉള്ളിൽ ശരിക്കും ഇങ്ങനെ കാണണം. പെട്ടെന്ന് ഞാൻ കണ്ണു തുറന്ന് നോക്കുമ്പോ ഒന്നുമില്ല. പിന്നെ ഞാൻ കുറച്ചു നേരം ഇങ്ങനെ ധ്യാനത്തിൽ ഇരിക്കാറുണ്ട് ഗുരുവായൂർ അമ്പലത്തിൽ പോകുമ്പോ, തൊഴുത് പുറത്തിറങ്ങുമ്പോ. അപ്പൊ ഞാൻ അങ്ങനെ ഇരുന്നപ്പോ പെട്ടെന്ന് സാറിങ്ങനെ കസവുകാരയുടെ മുണ്ട കൊടുത്തിട്ട് ഇങ്ങനെ പുതച്ചിട്ട് വീണ്ടും 2 പ്രാവശ്യം അങ്ങനെ ശരിക്കും സാറ് മുമ്പിലൂടെ ഇങ്ങനെ നടന്നു പോകുന്നതായിട്ട് എനിക്ക് ശരിക്കും ഫീൽ ചെയ്ത നേരം അവിടെ ഇരുന്ന്. അപ്പൊ അത് പറയാനായിട്ട് വേറൊന്നുമില്ല. നിങ്ങൾ അങ്ങനെയാണ് അവിടെ നടന്നത് മിനിഞ്ഞാന്ന്? ഞാൻ അവിടെ ഉണ്ടായിരുന്ന വന്നിട്ടുണ്ടായിരുന്ന ഏതാ? ഞങ്ങള് 7-ാം തീയതി രാത്രി 8-ാം തീയതി രാവിലെ പോയല്ലോ ഗുരുവായൂര്. അല്ല 7-ാം തീയതി രാത്രി, 7-ാം തീയതി രാവിലെ. 7-ാം തീയതി വൈകിട്ട് പോയിട്ട് 8-ാം തീയതി ഫുള്ള് അമ്പലത്തിൽ ഉണ്ടായി. ഞാൻ ഏകാദശി വെളുപ്പിന് നിർമ്മാല്യം തൊഴുത് നിങ്ങൾ അവിടെ എല്ലാത്തിലും ഉണ്ടായി. 7-ാം തീയതി പോയി. 7-ാം തീയതി പോയിട്ടുണ്ടായി. 7-ാം തീയതി നിർമ്മാല്യത്തിൽ പോയി. ഞങ്ങൾ ഈ പ്രോഗ്രാം കഴിഞ്ഞ് ഉടനെ നേരെ ഗുരുവായൂർ പോയതാ. ഞങ്ങള് 7-ാം തീയതി വൈകുന്നേരം ഉണ്ടായത്. 8-ാം തീയതി രാവിലെ ഞാൻ നിർമ്മാല്യം തൊഴുതിട്ടൊക്കെ ഇങ്ങനെ വന്ന് അവിടെ കുറച്ചു നേരം കണ്ണടച്ച് ധ്യാനത്തിൽ ഇരുന്നപ്പോഴേ സാറിന് ശരിക്കും ഉള്ളിൽ ഇങ്ങനെ കാണുന്ന സാറ് ഒരു ഇതൊക്കെ ഇങ്ങനെ പുതച്ചിട്ട് മുണ്ടൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ നടന്നു പോകണം. അപ്പൊ ഞാൻ ശരിക്കും ഇങ്ങനെ ഉള്ളിൽ കണ്ടിട്ട് കണ്ണു തുറന്ന് പെട്ടെന്ന് നോക്കും, സാർ ഇതിലെ നടന്നു പോകണ്ടല്ലോ. എനിക്ക് ശരിക്കും ഫീൽ ചെയ്ത്. അത് ഞാൻ ഇല്ല, എനിക്ക് തോന്നിയതായിരിക്കും കണ്ണടച്ചിട്ട്. പിന്നെയും ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ വേറെ ഒന്നും മനസ്സിലേക്ക് വരണില്ല. ഞാൻ വെറുതെ ഇങ്ങനെ ശ്വാസത്തിൽ മാത്രം ശ്രദ്ധിച്ച് ഇത്തിരി നേരം അങ്ങനെ പുറകേൽ ഇരിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ ഇരുന്നപ്പോ വീണ്ടും ശരിക്കും സാറ് ഇങ്ങനെ നടന്നു. സാറിന്റെ പാദങ്ങൾ എനിക്കിങ്ങനെ കാണുന്ന പോലെ തോന്നുക. 2 പാദങ്ങൾ ഇങ്ങനെ ചവിട്ടി ചവിട്ടി പോകുമ്പോ ഞാൻ ഇങ്ങനെ കണ്ണു തുറന്ന് നോക്കും, പെട്ടെന്ന് സാറ് അവിടെ പോകുന്നുണ്ട്. അപ്പൊ ഞാൻ ഓർത്ത് ശരിക്കും വന്നിട്ടുണ്ടാവായിരിക്കാം, എനിക്ക് ഭഗവാൻ അത് കാണിച്ചു തന്നതായിരിക്കാം. ഒരു ഗുരുവിന്റെ സ്ഥാനത്ത് ഞാൻ കാണുന്നതാണല്ലോ. അപ്പൊ ശരിക്കും തലേദിവസം നിർമ്മാല്യം തൊഴാൻ ഞങ്ങൾ പോയിരുന്നു. അപ്പൊ കള്ളക്കണ്ണൻ അത് കണ്ടുവച്ചിട്ടുണ്ടാവും. അപ്പൊ ഭഗവാൻ എന്നെ ശരിക്കും ഞാനൊരു ഗുരുവിന്റെ സ്ഥാനത്ത് എപ്പോഴും ധ്യാനിക്കാനിരിക്കുമ്പോഴോ പ്രാർത്ഥിക്കാനിരിക്കും ആദ്യം എല്ലാവരും അച്ഛനും അമ്മ എല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ ഗുരുവിനെ ധ്യാനിച്ചിട്ടാണ് എല്ലാ ഗുരുക്കന്മാരും ധ്യാനിക്കും. സാറിന് പ്രത്യേകം സാറിന്റെ ഓരോ ക്ലാസ്സുകൾ കേട്ട് ഓരോ വാക്കുകൾ ഇങ്ങനെ മനസ്സിൽ ഓർത്തുകൊണ്ടാണ് ഇരിക്കാറ്. അപ്പൊ ഞാൻ ശരിക്കും സാറിനെ അവിടെ കണ്ടില്ലെങ്കിൽ ശരിക്കും സാറിനെ എന്റെ കൺമുമ്പിൽ കണ്ടു. ശരിക്കും ഞാൻ സാറിന്റെ പാദങ്ങൾ ശരിക്കും മുഖം കണ്ടു കഴിയുമ്പോൾ ഞാനിങ്ങനെ പെട്ടെന്ന് പാദത്തിലേക്ക് നോക്കുക. ശരിക്കും ഇങ്ങനെ പാദം വെച്ച് ഇങ്ങനെ ഒരു പുതച്ചിട്ട് ഇങ്ങനെ നടന്നു പോകും, ഇങ്ങനെ നോക്കി നോക്കി. അത് കണ്ടിട്ട് ശരിക്കും 2 പ്രാവശ്യം എനിക്ക് അത് നന്നായിട്ട് ഫീൽ ചെയ്തു. അത് പറയാനായിരുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. അങ്ങനെ ദൈവത്തിന്റെ ഓരോ ലീലാവിലാസങ്ങൾക്ക് തന്നെ അതുപോലെ നമ്മുടെ ജീവിതം അങ്ങനെ ആവട്ടെ. ഒരുപാട് മാറ്റങ്ങൾ സാറിന്റെ ക്ലാസ് കേട്ടപ്പോ തുടങ്ങി നല്ല സന്തോഷവും നമുക്ക് പോകാനുണ്ട്. പക്ഷെ എന്ത് കാര്യത്തിനാണോ ഞാൻ സാറിനെ കാണാൻ വന്ന അത്രയും വിഷമിച്ച ഘട്ടത്തിൽ വന്നിട്ട് ആ കാര്യം ഇതുവരെ ശരിയായിട്ടില്ല. എന്നാലും ഞാൻ അതിന് സമയം കൊടുക്കുവാണ്. എപ്പോഴും ശരിയാവും. സാറ് പറയൂലോ ഓരോന്നിനും അതിൻ്റെതായ സമയം വരും. സമയത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യും. താങ്ക് യു മിനു. അടുത്തത് വിജയരാജൻ സംസാരിച്ചു. ഈ പൗർണമി മെഡിറ്റേഷന് സെപ്പറേറ്റ് ഫീസ് അടയ്ക്കണോ? സെപ്പറേറ്റ് ഫീസ് അടക്കണമെന്ന് വെച്ചാൽ മെഡിറ്റേഷൻ ഒന്നേ ഉള്ളൂല്ലോ. പിന്നെന്താ സെപ്പറേറ്റ് ഫീസ് എന്ന് ചോദിക്കുന്ന വേർഡ്? അല്ല സാറേ, മെമ്പേഴ്സിന് മെഡിറ്റേഷൻ ഇല്ലല്ലോ. ഇല്ല. അല്ല സാറേ, മെഡിറ്റേഷൻ കോഴ്സ് ആണല്ലോ. മെഡിറ്റേഷൻ കോഴ്സ്. സോറി സാറേ, അത് അന്ന് എന്റെ ഹസ്ബൻഡ് ഷുഗറിന്റെ കാര്യം പറഞ്ഞിരുന്നല്ലോ. അപ്പൊ സാർ ഓർമ്മിപ്പിക്കണം എന്ന് പറഞ്ഞു. മെഡിറ്റേഷൻ ചെയ്യാന്ന് പറഞ്ഞു. ഷുഗർ ക്രിയാറ്റിൻ കൂടുതലായിട്ട്. എന്നാ പറഞ്ഞത്? തൃശ്ശൂർ നമ്മുടെ പ്രോഗ്രാമിന്റെ അന്ന്. നിങ്ങളെ കാണാതെ എനിക്ക് ആളാരെന്ന് മനസ്സിലാവില്ലല്ലോ. സാർ കണ്ടായിരുന്നു, മറന്നുപോയതാ. അല്ലെ, അത് ഇപ്പൊ നിങ്ങൾ കാണാനില്ലല്ലോ. പിന്നെ ഞാൻ മനസ്സിലാക്കും. എന്താ? ഇപ്പൊ നിങ്ങളുടെ വീഡിയോ ഓഫ് ചെയ്ത് പിന്നെ ഞാൻ എങ്ങനെ മനസ്സിലാക്കും? അയ്യോ സോറി സാർ. കുഴപ്പമില്ല. മെഡിറ്റേഷൻ ക്ലാസ് ജോയിൻ ചെയ്യണം. മെഡിറ്റേഷൻ പഠിക്കണം, പഠിച്ച് ചെയ്യണം. മെഡിറ്റേഷൻ ചെയ്യുകയല്ല, മെഡിറ്റേഷൻ പഠിക്കണം, പഠിച്ച് ചെയ്യണം. അത്രേ ഉള്ളൂ. 444 രൂപയുള്ള ഒരു മാസം ഉള്ളൂ. ഒരു മാസത്തെ ക്ലാസ് കണ്ടിന്യൂസ് ചെയ്യേണ്ടതാ. സർ നമസ്കാരം. മെഡിറ്റേഷൻ ക്ലാസ് എത്ര ദിവസത്താ സാറേ? മെഡിറ്റേഷൻ ക്ലാസ്സിന്റെ ദിവസം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ഇനി ഒരു മിനിറ്റ് കാൽക്കുലേറ്റർ എടുക്കട്ടെ, ഡേറ്റ് കൃത്യം പറഞ്ഞുതരാം. ഏകദേശം എനിക്ക് കിട്ടിയ എന്റെ കണക്ക് വെച്ചിട്ട് 76ാമത്തെ വയസ്സിലോട്ട് ഞാൻ പോകും. അപ്പൊ ഇപ്പൊ എനിക്ക് 48 വയസ്സായി. ഇനി 28 വർഷം × 365, അപ്പൊ 10,220 ദിവസങ്ങൾ.
അല്ല സാറ് ക്ലാസ് ആരംഭിക്കണം എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ഇല്ല, മെഡിറ്റേഷൻ ആ. അങ്ങനെ ക്ലാസ് ഇല്ല. മെഡിറ്റേഷൻ കണ്ടിന്യൂസ്. നിങ്ങൾക്ക് ശ്വാസോച്ഛ്വാസം ഉണ്ടോ എങ്കിൽ മെഡിറ്റേഷൻ ആവശ്യമാണ്. ഇത്രയേ ഉള്ളൂ. ശ്വാസോച്ഛ്വാസം പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിന്റെ ആവശ്യമില്ല. അതുകൊണ്ട് നിർത്തരുത്. അത് ഇവിടെ വന്ന് പഠിക്കണമെന്നൊന്നും പറയില്ല. നിങ്ങൾ എവിടെ ആയാലും മെഡിറ്റേഷൻ ചെയ്താൽ മതി. അത് ചെയ്താൽ എല്ലാ ദിവസവും ഗുണം കിട്ടും. ചെയ്യുന്നുണ്ട് ഇപ്പൊ സാറിന്റെ ക്ലാസ് കേട്ടതിന് ശേഷം ഞാൻ ചെയ്തു തുടങ്ങി. പക്ഷെ എന്നാലും ചില സമയത്തൊക്കെ കോൺസെൻട്രേഷൻ പോകുന്നുണ്ട്. അപ്പൊ എനിക്കൊന്നും പോണല്ലോ, അല്ലെങ്കിൽ പിന്നെ കോൺസെൻട്രേഷൻ എന്ന് അറിയില്ലല്ലോ. ചില ദിവസം പോകുമ്പോഴല്ലേ രസമുള്ളൂ, നല്ല തിരിച്ചു പിടിക്കാൻ സുഖമുള്ളൂ. അതെ, അപ്പൊ ഞാൻ അങ്ങനെ മാറ്റി ചിന്തിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ അത്യാവശ്യം എനിക്ക് സെയിൽസ് ഒക്കെ ഇങ്ങനെ കുറേശ്ശെ വന്നു തുടങ്ങി. സെന്ററിൽ കുറേശ്ശെ മാറ്റങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഞാൻ മെഡിറ്റേഷൻ കളിയാക്കി പറഞ്ഞതല്ല, ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞതാണ്. മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ഒരു 10 ദിവസം 15 ദിവസം കൊണ്ട് ചെയ്ത് തീർക്കുന്ന ഒരു പരിപാടിയല്ല. അത് കണ്ടിന്യൂസ് പ്രോസസ്സാണ്. അപ്പൊ വളരെ എളുപ്പത്തിൽ പറഞ്ഞു തരുന്ന രീതി ഞാൻ പറഞ്ഞത്. എന്റെ വയസ്സ് എത്രയാണോ അതിന് കൂട്ടി എത്ര മരിക്കുന്ന വരെയുള്ള ദിവസത്തെ കൂട്ടി പറഞ്ഞത്. കളിയാക്കിയല്ല കേട്ടോ, ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞു. എല്ലാ ദിവസവും ചെയ്യണം എന്ന് പറയുന്നതിനേക്കാളും വ്യക്തമായി പറഞ്ഞു മനസ്സിലാക്കിയതാണ്. കോഴ്സിന്റെ കാര്യം പറഞ്ഞല്ലോ, അതാ ഞാൻ ചോദിച്ചത്. അല്ല, അത് നമ്മുടെ മന്ത്ലി മെഡിറ്റേഷന്റെ ഫീസാ പറഞ്ഞത് ഞാൻ. 444 rupees എന്ന് പറഞ്ഞാൽ മന്ത്ലി മെഡിറ്റേഷൻ ഫീസാണ്. മറ്റത് നമ്മുടെ പൗർണമി മെഡിറ്റേഷൻ, അങ്ങനെ കുറെ മെഡിറ്റേഷൻ വ്യത്യസ്തമായി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത് എല്ലാ ദിവസവും ഉള്ള മെഡിറ്റേഷൻ രാവിലെ 5:30 മണിക്ക് സമയത്ത്. അല്ല, രാത്രി 9 മണിവരെ പറഞ്ഞില്ലേ അല്ല, അത് ഒരു ടൈം. നമ്മൾ അത് പൗർണമി മെഡിറ്റേഷൻ, അത് ഒറ്റ ദിവസമേ ഉള്ളൂ. അത് നിങ്ങൾ ലക്ഷ്യം നേടാൻ വേണ്ടിയിട്ടുള്ള പൗർണമി മെഡിറ്റേഷൻ, 2020 മെഡിറ്റേഷൻ. വിളിച്ചാൽ മതിയാ? അത് 200 ഒരു ദിവസം മെഡിറ്റേഷൻ. അത് ഞാൻ പറഞ്ഞ ലക്ഷ്യമുള്ളവർക്ക് നേടാനുള്ളതാണ്. അത് വേറെ രീതിയിലാണ്. മെഡിറ്റേഷൻ അല്ല, അതൊരു കോഴ്സാണ്, ക്ലാസ് ആണ്. 222 രൂപ. അതെനിക്ക് ചെയ്യണം സാറേ. ഓക്കെ, ചെയ്തോളൂ. താങ്ക് യു. വിളിച്ചോട്ടോ. ശരി, അപ്പോൾ താങ്ക് യു എല്ലാവർക്കും. പിരിയട്ടെ. താങ്ക് യു വെരി മച്ച്. ഓക്കെ, താങ്ക് യു സാർ. താങ്ക് യു സാർ.